അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഫസ്റ്റ് നമ്മൾ ന്യൂട്രിയൻസ് പറഞ്ഞു, ന്യൂട്രീഷൻ പറഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് ലൈബിക് ലോ ഓഫ് മിനിമം. ഓക്കെ, അപ്പം ലൈബിക് എന്താ പറഞ്ഞത്? ഏറ്റവും കുറഞ്ഞ അളവിൽ ലഭ്യമായിട്ടുള്ള ന്യൂട്രിയന്റിനെ ആശ്രയിച്ചിട്ടിരിക്കും ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത്, അല്ലെ? പ്ലാന്റ് ഗ്രോത്ത് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ന്യൂട്രിയൻ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സ്മോൾ ക്വാണ്ടിറ്റി. അപ്പം അതിനെ തന്നെ ഒന്നുകൂടെ റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ ബാരൽ കൺസെപ്റ്റ് എന്ന് കൂടി പറയും. ഇത് ബാരൽ കൺസെപ്റ്റ് എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ലൈബിക് ആണ് നമ്മുടെ ഫാദർ ഓഫ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലോ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ലൈബിഗിനെ ഫാദർ ഓഫ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിൽ നിന്ന് ധാരാളം സയന്റിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി പഠിക്കാം. നെക്സ്റ്റ് ഫങ്ഷണൽ ന്യൂട്രിയൻസ് കൺസെപ്റ്റ്, അതിനെപ്പറ്റി പറഞ്ഞത് DJ നിക്കോളാസ് ആയിരുന്നു. അപ്പം ഇയർ ഞാൻ കൊടുത്തത് ആ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇയർ ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട. ഓക്കെ, ലൈബിക് ഫസ്റ്റ് ഇത് പറഞ്ഞു, ലോ പറഞ്ഞു, അതിനുശേഷം ഫങ്ഷണൽ ന്യൂട്രിയൻസ് കൺസെപ്റ്റ് കൊണ്ടുവന്നത് DJ നിക്കോളാസ് ആണ്. ഫങ്ഷണൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ന്യൂട്രിയൻസും ബെനിഫിഷ്യൽ ന്യൂട്രിയൻസും, ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? ഫങ്ഷണൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഒരു ന്യൂട്രിയന്റ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എങ്ങനെ എസെൻഷ്യൽ ആണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കേസിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് എസെൻഷ്യൽ എന്ന് തീരുമാനിക്കുന്ന 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എസെൻഷ്യാലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ ക്രൈറ്റീരിയ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആർണൺ ആൻഡ് സ്റ്റൗട്ട് ആണ്. ഇയർ 1939 ആണ്. ഇതിന്റെ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇയറിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം ഇത് 1954-ഉം 39-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കൊടുക്കും. അപ്പം ഫസ്റ്റ് ഈ എസെൻഷ്യാലിറ്റി ക്രൈറ്റീരിയ പ്രപ്പോസ് ചെയ്തത് ആർണണും സ്റ്റൗട്ടും കൂടിയാണ്, 1939 ആണ്. പക്ഷെ 1954-ൽ ആർണൺ ഈ ഒരു ക്രൈറ്റീരിയയെ റീസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇയർ ആണ് 1954. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ആർണൺ റീഫൈൻഡ് ഇൻ 1954 എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ റോങ് എന്നടിക്കും, പക്ഷെ അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ 1939 ആൻഡ് 1954 ആ 2 ഇയറും നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? എസെൻഷ്യാലിറ്റി ക്രൈറ്റീരിയ 3 ക്രൈറ്റീരിയാസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ്, നെസസറി ഫോർ ദ സർവൈവൽ, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ കംപ്ലീഷന് വേണ്ടിയിട്ട് ആ ഒരു ന്യൂട്രിയൻസ് ഇല്ലാതെ ആ പ്ലാന്റിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയന്റിന്റെ അല്ലെങ്കിൽ ഒരു മിനറൽ എലമെന്റിന്റെ ഫംഗ്ഷൻ വേറൊരു മിനറൽ എലമെന്റിനെ കൊണ്ട് നികത്താൻ പറ്റത്തില്ല, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റാബോളിസം, അതായത് ആ ഒരു ന്യൂട്രിയന്റ് പ്ലാന്റ്സിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, ഫോട്ടോസിന്തസിന്റെ കേസിൽ കോപ്പർ ഒക്കെ കാറ്റലൈസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഡയറക്ട്ലി ആ ഒരു മെറ്റാബോളിസത്തിന് ഇൻവോൾവ് ചെയ്തിരിക്കണം. അതാണ് 3 ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ സെന്റൻസ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു 1954-ലാണ് ആർണൺ എന്ത് ചെയ്തത്? ഈ ഒരു 3 ക്രൈറ്റീരിയം റീഫൈൻ ചെയ്തത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തത് എന്ന് പറയാം. ഓക്കെ, അപ്പം ആ ഇയർ ഓർത്തിരിക്കുക, 1939 ആൻഡ് 1954 എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു, അല്ലെ? ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന അത്രയും എലമെന്റ്സ് എന്താണ്? എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്? ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, NPK, പിന്നെ എന്താണ്? കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ, മാംഗനീസ്, നിക്കൽ, അതൊക്കെ. ഓക്കെ, അപ്പം ഇത്രയാണ് എസെൻഷ്യൽ ന്യൂട്രിയൻസിൽ വരുന്നത്. മറ്റൊരു വിഭാഗം വരുന്നത്
ബെനിഫിഷ്യൽ ന്യൂട്രിയൻസ്. അപ്പൊ ഇത് രണ്ടും, ഈ എസെൻഷ്യൽ ന്യൂട്രിയൻസിനെയും ബെനിഫിഷ്യൽ ന്യൂട്രിയൻസിനെയും ഒന്ന് ചേർത്തിട്ടാണ് നിക്കോളാസ് എന്ത് പറഞ്ഞത്, ഫങ്ഷണൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബെനിഫിഷ്യൽ ന്യൂട്രിയൻസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ബെനിഫിഷ്യൽ ന്യൂട്രിയൻസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. കാര്യം റെയർ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, സെലനിയം, വനേഡിയം, കൊബാൾട്ട്, സിലിക്കൺ. പിന്നെ ഇതില് സോഡിയം, അലൂമിനിയം ഒന്ന് കൺഫ്യൂസ് ആവാതെ പഠിച്ചു വെച്ചിരിക്കുക. കാര്യം അത് ബെനിഫിഷ്യൽ ആണ്, എസെൻഷ്യൽ അല്ല. നമുക്ക് ഈ കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ വരുന്നത് കൊണ്ട് സോഡിയം ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടൊരു ഇത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഓർത്തിരിക്കുക, ബെനിഫിഷ്യൽ ന്യൂട്രിയന്റ് ആണ് എന്തൊക്കെ, സോഡിയം, അലൂമിനിയം. പിന്നെ എന്താണ്, സിലിക്കൺ, കൊബാൾട്ട്, സെലനിയം, വനേഡിയം. അപ്പം എസെൻഷ്യലും ബെനിഫിഷ്യലും എന്താണെന്ന് മനസ്സിലായല്ലോ. ബെനിഫിഷ്യൽ എസെൻഷ്യൽ ആകും ചില സമയങ്ങളിൽ മാത്രം. ഓക്കെ, ചില കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ചില സീസൺസിൽ, ചില പ്ലാന്റ്സിൽ മാത്രം ആണ് അത് എസെൻഷ്യൽ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞൊരു സബ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ. എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൽ വളരെയധികം ക്വാണ്ടിറ്റീസിൽ വേണ്ട ന്യൂട്രിയൻസിനെയാണ് പറയുന്നത്. ഓക്കെ, മൈക്രോ ന്യൂട്രിയൻസോ വളരെ ചെറിയ എമൗണ്ടിൽ വേണ്ട ന്യൂട്രിയൻസ്. ഓക്കെ, ഇപ്പൊ മാക്രോ ന്യൂട്രിയൻസിനെ തന്നെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്ട്രക്ചറൽ ന്യൂട്രിയൻസ്, അതാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് നിങ്ങൾ കേട്ടിരുന്നാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനെ നമ്മൾ സ്ട്രക്ചറൽ എലമെന്റ് എന്ന് പറയും. ഓക്കെ, പ്ലാന്റ് സ്ട്രക്ചറിൽ ആ കണ്ടന്റ്, ആ ന്യൂട്രിയൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് കാർബണിനെയും ഹൈഡ്രജനെയും ഓക്സിജനെയും എന്ത് പറയുന്നു, സ്ട്രക്ചറൽ എലമെന്റ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഓക്കെ, ആൻഡ് പ്രൈമറി ന്യൂട്രിയൻസ് ആർ നമ്മൾ പറയുന്ന NPK. ഓക്കെ, നമ്മൾ NPK നമുക്ക് മറക്കാനായിട്ട് സാധ്യതയില്ല, കാര്യം നമ്മൾ പഠിക്കുന്നതാണ് NPK. ഓക്കെ, അപ്പൊ പ്രൈമറി ന്യൂട്രിയൻസ് ആണ് NPK. സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് എന്ത്, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. സ്ട്രക്ചറൽ ആണ് CHO. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ മാക്രോ ന്യൂട്രിയൻസ് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ചെറിയ, നിങ്ങൾക്ക് ചിലപ്പോൾ കോഡ് കാണും, എന്തായാലും ഞാനൊരു കോഡ് പറയാം. കോഡ് ഇല്ലാതെ പഠിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സഹായകരമാകും. ഓക്കെ, അപ്പം ഷോൺ കേസി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഷോൺ കേസി. ഓക്കെ, ഷോൺ കേസിക്ക് ഒരു MG ക്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഷോൺ കേസിക്ക് ഒരു MG ക്യാപ്പ് ഉണ്ടായിരുന്നു. സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, പൊട്ടാസ്യം, കാർബൺ, മഗ്നീഷ്യം, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മൈക്രോ ന്യൂട്രിയൻസ്, വളരെ ചെറിയ അളവിൽ പ്ലാന്റ്സിൽ വേണ്ട ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പം അതെന്തൊക്കെയാണ്, അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഓക്കെ, അപ്പൊ ഇതിൽ ആനയോണിക് ഫോമിൽ അബ്സോർബ് ചെയ്യുന്ന 3 മിനറൽ എലമെന്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മോളിബ്ഡിനം, ക്ലോറിന്, അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ അതേ ഉള്ളൂ, മോളിബ്ഡിനം, ക്ലോറിൻ, ബോറോൺ. ഇത് മൂന്നും എന്താണ്, ആനയോണിക് ഫോമിൽ അബ്സോർബ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് വേണ്ടിയിട്ട്. അപ്പം നിക്കുമോ മനസ്സിൽ ഫെബ്രുവരി വരെ ഈ പഠിച്ചതൊക്കെ? ഓക്കെ, നിക്കുമോ മനസ്സിൽ ഫെബ്രുവരി വരെ നിക്കൽ, കോപ്പർ, മോളിബ്ഡിനം, മാംഗനീസ്, സിങ്ക്, ക്ലോറിൻ, അയൺ ആൻഡ് Fe. ഓക്കെ, ബോറോൺ. ഓക്കെ, അപ്പം അത് രണ്ടും നിങ്ങൾക്ക് അത് മറന്നു പോവാതെ, കൺഫ്യൂഷൻ ആവാതെ കിട്ടും, മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. നെക്സ്റ്റ് നമ്മുടെ ആ ഒരു മാക്രോ ന്യൂട്രിയൻസിൽ വരുന്ന സ്ട്രക്ചറൽ എലമെന്റ്സ്, CHO, ഇതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പം ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ മാറ്ററിൽ എത്രത്തോളം സ്ട്രക്ചറൽ എലമെന്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്? 95 to 96% ആണ് സ്ട്രക്ചറൽ എലമെന്റ്സ് ഓഫ് ഡ്രൈ മാറ്റർ ഇൻ പ്ലാന്റ്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറൽ എലമെന്റ്സിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഓക്കെ, കാർബണിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ നിന്ന് തന്നെയാണ് സോഴ്സ്. ഓക്കെ, ഹൈഡ്രജനോ വാട്ടറിൽ നിന്ന് കിട്ടും, ഓക്സിജൻ വാട്ടറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കിട്ടും. നൈട്രജൻ എന്താണ്, ഫിക്സേഷൻ, ലെഗ്യൂം നൈട്രജൻ ഫിക്സേഷൻ നടത്തിയിട്ട് സോയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതർ ഇലമെന്റ്സ് എല്ലാം തന്നെ സോയിലിൽ, മിനറൽസിൽ സോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഇത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട, പക്ഷെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഫംഗ്ഷന്റെ കേസ് വരുമ്പം ആ റോള് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ട്രോഗ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇതിന്റെ അതിൽ കാറ്റലിസ്റ്റ് ആൻഡ് ആക്ടിവേറ്റേഴ്സ്. ഓക്കെ, അപ്പം അയണ്,
മാംഗനീസ്, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം ഇതൊക്കെ കാറ്റലിസ്റ്റ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റോൾസ് പഠിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. റെഗുലേറ്റർ ആൻഡ് ക്യാരിയേഴ്സ് നമ്മൾ സ്റ്റൊമാറ്റൽ റെഗുലേഷന്റെ അതിലൊക്കെ വരുന്നതാണ് പൊട്ടാസ്യം. ഓക്കെ, അപ്പം അത് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ റെഗുലേറ്ററും ക്യാരിയേഴ്സും ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. കാറ്റലിസ്റ്റ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ഓക്കെ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് ബോറോൺ. ഇത് ആ ഫങ്ഷൻസ് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞു ബാക്കിയുള്ള CHO നമുക്ക് എന്താണ് എയർ, വാട്ടർ കണ്ടു. അത് അതർ എലമെന്റ്സ് എന്താണ് സോയിലാണ് അവൈലബിലിറ്റി അല്ലെ സോയിൽസ് എന്ന് പറഞ്ഞു. ആ സോയിലിലെ അവൈലബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, പിന്നെ നൈട്രജൻ ഓർഗാനിക് മാറ്ററിലാണ് ആ ഒരു സോഴ്സ് ഉള്ളത്. ഫോസ്ഫറസ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിനറലിലാണ്. ഓക്കെ, ആൻഡ് പൊട്ടാസ്യം ബയോടൈറ്റ് അല്ലെങ്കിൽ മൈക്ക, ഫെൽസ്പാർ അതുപോലെയുള്ള മിനറൽ എലമെന്റിൽ നിന്നാണ് പൊട്ടാസ്യം അവൈലബിൾ ആയിട്ട് കിട്ടുക. ആൻഡ് ദെൻ മഗ്നീഷ്യം ഡോളോമൈറ്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഡോളോമൈറ്റ് ഓർത്ത് വെച്ചാൽ മതി. ഒലീവൈൻ നമ്മൾ കൂടുതലും മാംഗനീസിനാണ് പറയുന്നത്, പൈറോലിസൈറ്റ് ആൻഡ് ഒലീവൈൻ. എന്നാലും മഗ്നീഷ്യം പറയുമ്പോൾ ഡോളോമൈറ്റും ഒലീവൈനും ഉണ്ട്. ഓക്കെ, ഡോളോമൈറ്റ് ആണ് മേജർ. കോപ്പർ ചാൽക്കോപൈറൈറ്റ്, ബോറോൺ ടോർമാലിൻ, മാംഗനീസ് പൈറോലിസൈറ്റ്, അയൺ പൈറൈറ്റ്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിനും ഞാനൊരു കോഡ് ഓർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ കോഡും കൂടെ ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കണ്ട. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. അത് വെച്ച് നിങ്ങൾ ആ കോഡ് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കുറച്ചാകുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നോ പപ്പ. ഓക്കെ, പൊട്ടാത്ത ബൈക്കും മാഗിയുടെ ഡോളും ഒളിപ്പിച്ചിട്ട് കൊപ്രശാക്കും കൊണ്ട് ബോറ് ടൂറിന് പോയി മാങ്ങ പറിച്ചു അയൺ ചെയ്ത തുണിയിൽ പുരട്ടി. ഇനി സോഴ്സ് എങ്കിലും തരുമോ? അത് ഞാൻ സോഴ്സ് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസിന്റെ കോഡാണ് എന്ന് ഓർത്ത് വെക്കാനായിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പം അതും ഒന്ന് ഓർത്തിരിക്കും. ഇത് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ ചിലപ്പോൾ നിങ്ങൾക്ക് കോഡ് കാണും. ഓക്കെ, കോഡ് ഉള്ളവർ നോക്കണ്ട, കോഡ് ഇല്ലാത്തവർ ഇതൊന്ന് വെച്ചിട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ ഏതാണ്, മഗ്നീഷ്യത്തിന്റെ ഏതാണെന്നൊക്കെ സോഴ്സ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊബിലിറ്റി ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻസ് മാറി മാറി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഹൈലി മൊബൈൽ, ഇമ്മൊബൈൽ ഏതാണ്, ലെസ് മൊബൈലും മോഡറേറ്റ്ലി മൊബൈലും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഇമ്മൊബൈലും ഹൈലി മൊബൈലും അത് ചോദിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡെഫിഷ്യൻസി സിംറ്റം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഹൈലി മൊബൈൽ ആയിട്ടുള്ള എലമെന്റ്സ്, ഹൈലി മൊബൈൽ എന്ന് പറയുന്ന സമയത്ത് റൂട്ട്സ് നിന്നാണല്ലോ നമ്മൾ ഈ മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത് പ്ലാന്റ്. ഓക്കെ, അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഹൈലി മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഉള്ള എലമെന്റ്സ് ഒക്കെ തന്നെ എന്തോ ചെയ്യും, റൂട്ട്സ് നിന്ന് നേരെ മെരിസ്റ്റം അല്ലെങ്കിൽ ടിപ്പ് പോർഷനിലേക്ക് പോകും ഉള്ളതൊക്കെ. അപ്പം നല്ല അളവിലുണ്ടെങ്കിൽ എന്താണ് മുകളിൽ പോയതിന്റെ ബാക്കിയൊക്കെ താഴെയും കാണും, റൂട്ട്സ് താഴോട്ടും കാണും. പക്ഷെ ഹൈലി മൊബൈൽ ആയിട്ട് വളരെ കുറച്ചുള്ള എലമെന്റ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഉള്ളതൊക്കെ കൂടെ മേളിലോട്ട് അങ്ങ് പോകും, മെരിസ്റ്റം പാർട്ടിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഡെഫിഷ്യന്റ് ആണെങ്കിൽ താഴത്തേക്ക് ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി വരുന്നു. അതുകൊണ്ട് തന്നെ ലോവർ പാർട്ട് ഓഫ് ദ പ്ലാന്റിലായിരിക്കും ആ ഒരു ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള എലമെന്റ്സ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, മോളിബ്ഡിനം ആൻഡ് കാർബൺ. ഓക്കെ, അപ്പം NPK നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. പക്ഷെ മഗ്നീഷ്യം, മോളിബ്ഡിനം അതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇമ്മൊബൈൽ ആയിട്ടുള്ളത് കാൽഷ്യം, ബോറോൺ ആണ്. ഓക്കെ, ഇമ്മൊബൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്താൽ എന്താ ഇമ്മൊബൈൽ ആയിട്ടുള്ളത് നേരെ അപ്പർ പാർട്ടിലേക്കായിരിക്കും അതിന്റെ ഡെഫിഷ്യൻസി വരുന്നത്. ഇമ്മൊബൈൽ ആയതുകൊണ്ട് തന്നെ അത് മെരിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് പോകില്ല. ഓക്കെ, അപ്പം മുകളിലായിരിക്കും ആ ഒരു ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്, അപ്പർ പാർട്ടിലായിരിക്കും ടെർമിനൽ ബഡ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു ട്രിക്ക്, അപ്പം നമ്മൾ ഹൈലി മൊബൈൽ പറഞ്ഞല്ലോ, അപ്പൊ അതില് ഓർഡറിലല്ല, പക്ഷെ നിങ്ങൾക്ക് അത് നോക്കിയാൽ കിട്ടും. KPയുടെ മകൻ മോക്കിന് ലോ മാർക്ക് മേടിച്ചു. ഓക്കെ, അതാണ് ഹൈലി മൊബൈൽ മേടിച്ചു. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കോഡ് വരുന്നത്. ഇമ്മൊബൈൽ ആയിട്ടുള്ളതാണ് വരുന്നത്. ക്യാബിൻ മോളിൽ ആയതുകൊണ്ട് മാനസ് കുറച്ച് നടന്ന് കോഫി കുടിച്ചിരുന്നു. ഇമ്മൊബൈൽ ആയതുകൊണ്ട് തന്നെ ക്യാബിൻ മോളിലായതുകൊണ്ട്, ഓക്കെ, ക്യാബിൻ മോളിലായതുകൊണ്ട് മാനസിന് മുകളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കോഫി കുടിച്ചിരുന്നു. അപ്പൊ ഇമ്മൊബൈൽ നിന്ന് കിട്ടിയല്ലോ. ഓക്കെ, പിന്നെ സിങ്ക് മോഡ്, കോഫിയൊക്കെ കുടിച്ച് മത്ത് പിടിച്ച് ഒരു സിങ്ക് മോഡിൽ എവിടെ ഇരുന്നു. അപ്പൊ സിങ്ക് മോഡറേറ്റ്ലി ആണ് കിട്ടും. ലെസ് മൊബൈൽ ആയിട്ടുള്ള അയൺ, കൂഫി, ഓക്കെ, കോപ്പർ, അയൺ, പിന്നെ അതുപോലെ തന്നെ മാനസ്, മാംഗനീസ്, സൾഫർ, ലെസ് മൊബൈൽ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹൈലി മൊബൈൽ ആയിട്ടുള്ള എന്താ, KPയുടെ മകൻ മോക്കിന് ലോ മാർക്ക് മേടിച്ചു, അത് NPKP.
ഓക്കെ, Kp, മകൻ മഗ്നീഷ്യം, മോക്ക് എന്ന് പറയുന്നത് ഏതാണ്? മോളിബ്ഡിനം, കാർബൺ. ഓക്കെ, മകൻ മഗ്നീഷ്യം, നൈട്രജൻ. ഓക്കെ, അതും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇമ്മൊബൈൽ ആയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാൽഷ്യം, ബോറോൺ. അതിലെ ഡെഫിഷ്യൻസി സിംറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇത് ഇത്ര നിങ്ങൾ നല്ല വൃത്തിക്കൊന്ന് പഠിക്കുക. നെക്സ്റ്റ്, ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി. അതിന്റെ എന്താണ് ഡെഫിനിഷൻ? അത് സെന്റൻസ് വന്നിട്ട് ഇതെന്താണ് ഡെഫിഷ്യൻസി, ടോക്സിസിറ്റി, അതുപോലെ തന്നെ ഇൻസഫിഷ്യന്റ്, എക്സസീവ്, ഇത് നാലും ഇങ്ങനെ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പ്ലാന്റില് എന്താണ്, ആ ഒരു ലോ കോൺസെൻട്രേഷനിൽ ന്യൂട്രിയൻസ് വരുന്ന സമയത്ത് ഈൽഡ് കുറയുന്നു. ഓക്കെ, അതാണ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ അളവിൽ കൂടുന്നത് കൊണ്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യത്തക്ക വിധത്തിലുള്ള അളവാണ് കൂടുന്നത്, അതുകൊണ്ട് തന്നെ ടോക്സിക് എന്ന് പറയുന്നു. ഇൻസഫിഷ്യന്റ് എന്ന് പറയുന്ന സമയത്ത് ഈൽഡിൽ വരുന്ന വ്യത്യാസമില്ല, പക്ഷെ അവിടെ കുറവാണ്. എക്സസീവ് എന്ന് പറയുമ്പോഴോ നേരെ അതുപോലെ തന്നെ ടോക്സിക്കിന്റെ പോലെ റെഡ്യൂസ് പ്ലാന്റ് ഗ്രോത്ത് ഇല്ല, പക്ഷെ എക്സസീവ് ഇൻ ലാർജ് എമൗണ്ട് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നത് ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി ആണ്. ഇൻസഫിഷ്യന്റും എക്സസീവ് എന്താണ്, നമ്മൾ ജസ്റ്റ് പറയുന്നതാണ്, അത് പ്ലാന്റിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഡെഫിഷ്യൻസി സിംറ്റംസ്. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് ഡെഫിഷ്യൻസി സിംറ്റം നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പം ഓൾഡർ ലീവ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഓൾഡർ ലീവ്സിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, അപ്പൊ ഇതിന്റെയൊക്കെ ഓൾഡർ ലീവ്സിൽ എങ്ങനെയാണ് അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റം കാണുന്നത്? നൈട്രജനിൽ യെല്ലോ വീൻസ് ആയിരിക്കും. ഓക്കെ, PKMgയിൽ എന്തായിരിക്കും? ഗ്രീൻ വീൻസ് ആയിരിക്കും. ഓക്കെ, വെയിൻസ്. ഓക്കെ, നൈട്രജനിൽ മാത്രമാണ് യെല്ലോ വീൻസിൽ വരുന്നത്. ഓൾഡ് ലീവ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ന്യൂ ലീവ്സിൽ വരുന്ന ഡെഫിഷ്യൻസി സിംറ്റം അയൺ, മാംഗനീസ്, കോപ്പർ, സൾഫർ, ഇതൊക്കെയാണ് ന്യൂ ലീവ്സിൽ വരുന്നത്. ഓൾഡ് ലീവ്സിലും ന്യൂ ലീവ്സിലും സിങ്ക് വരുന്നു. കാര്യം സിങ്ക് എന്താണ്? സിങ്ക് മോഡ് നമ്മൾ പറഞ്ഞു മോഡറേറ്റ്ലി മൊബൈൽ ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ ഓൾഡും ന്യൂ ലീവ്സിലും ഒരേപോലെ സിംറ്റംസ് ഡെഫിഷ്യൻസി സിംറ്റം കാണിക്കുന്നത് സിങ്ക് ആണ്. ടെർമിനൽ ബഡ്. ഓക്കെ, ക്യാബ്. ഓക്കെ, കാൽഷ്യം ആൻഡ് ബോറോൺ. അതെന്താണ്? ഇമ്മൊബൈൽ ആണ്, അതുകൊണ്ട് തന്നെ ഇമ്മൊബൈൽ ആയതുകൊണ്ട് തന്നെ റൂട്ടിൽ തന്നെ നിൽക്കും, മുകളിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ടെർമിനൽ ബഡിലായിരിക്കും അതിന്റെ ഡെഫിഷ്യൻസി വരുന്നത്. ഓക്കെ, പിന്നെ ജനറൽ സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിംറ്റമിനെ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ്? ക്ലോറോസിസ്, നെക്രോസിസ്. ഇതും മാറി മാറി ചോദിക്കും. മാർജിനൽ ക്ലോറോസിസ് എന്തിന്റെ സിംറ്റം ആണ്? അപ്പൊ ക്ലോറോസിസ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത് എന്താണ്? യെല്ലോയിങ് ഓഫ് ലീവ്സ്. ഓക്കെ, ലാക്ക് ഓഫ് ക്ലോറോഫിൽ ആയിട്ട് ലീവ്സ്, ക്ലോറോഫിൽ എന്താ ഗ്രീൻ നിറം കൊടുക്കുന്നത് ക്ലോറോഫിൽ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ക്ലോറോഫിൽ ഉണ്ടാവാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലീവ്സിന് യെല്ലോ ആവുന്നു. നെക്രോസിസ് എന്ന് പറയുമ്പോൾ ഡെത്ത് ഓഫ് പ്ലാന്റ് സെൽസ് ഓഫ് ടിഷ്യൂസ് ആണ്. അപ്പൊ ഡെത്ത് സംഭവിക്കുന്നത് നെക്രോസിൽ മാത്രമാണ്. ക്ലോറോസിൽ എന്താണ്? യെല്ലോയിങ് മാത്രമേ ഉള്ളൂ, ഡെത്ത് സംഭവിക്കുന്നില്ല. ഓക്കെ, ഇന്റർവീനൽ ക്ലോറോസിസ് എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്? മഗ്നീഷ്യത്തിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ അയണിന് വരുന്നുണ്ട്, മാംഗനീസിനും വരുന്നുണ്ട്. അപ്പൊ മഗ്നീഷ്യത്തിനാണ് ഓൾഡർ ലീവ്സിൽ വരുന്നത്. അയൺ എന്താണ്? യങ്ങർ ലീവ്സ്, നല്ലപോലെ യങ് ആയിട്ടിരിക്കുന്ന ലീവ്സിലായിരിക്കും ഇന്റർവീനൽ ക്ലോറോസിസ് വരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മാംഗനീസ് എന്താണ്? മാംഗനീസിന് ഇങ്ങനെ ഓൾഡർ യങ്ങറൊന്നുമില്ല, കംപ്ലീറ്റ് പ്ലാന്റിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, അപ്പം അത് ഒന്ന് നോക്കി വെക്കുക. ഡെഫിഷ്യൻസി സിംറ്റം തന്നെ ഞാൻ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഓൾഡ് ലീവ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡെഡ് സ്പോട്ട് വരുന്നത് പൊട്ടാസ്യം, മോളിബ്ഡിനം. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഗ്രീൻ വീൻസ് വരുന്നത് മഗ്നീഷ്യം, യെല്ലോ വീൻസ് വരുന്നത് നൈട്രോജൻ, അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടെർമിനൽ ബഡ്സ് കാൽഷ്യം ആൻഡ് ബോറോൺ. ഓൾഡ് ആൻഡ് ന്യൂ ലീവ്സ് സിങ്ക്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അത് ആ പാർട്ട്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസി സിംറ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലോറോസിസ് ഉണ്ടോ? നെക്രോട്ടിക് സ്പോട്ട് വരുന്ന എവിടെയാണ് കണ്ടോ? ആ ഒരു ഡെഡ് ആയിട്ട് ടിപ്പ് പോർഷനിലായിരിക്കും നെക്രോട്ടിക് സ്പോട്ട് വരുന്നത്. ടിപ്പ് ബേൺ എന്ന് പറയുന്നത് ആ ലീഫ് ടിപ്പില് ബ്രൗൺ കളർ ആവുന്നതിനാണ്. ഇന്റർവീനൽ ക്ലോറോസിസ് പിന്നെ അറിയാമല്ലോ, വീൻസ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ എന്താവും? യെല്ലോ ആവും. ക്ലോറോസിസ് ഓഫ് വീൻസ് എന്ന് പറയുന്നത് ആ ഒരു ലീഫിന്റെ വീൻസിന് മാത്രം ക്ലോറോസിസ് വരുന്നു. മാർജിനൽ ക്ലോറോസിസ് എന്താണ്? മാർജിനിൽ മഞ്ഞ നിറമാവുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ക്ലോറോസിസിൽ യെല്ലോയിങ് മാത്രമാണ്, നെക്രോസിസിലാണ് ഡെത്ത് വരുന്നത്. അപ്പൊ പിക്ചർ ആണ് രണ്ടിന്റെ.
ബ്രൗൺ, ഭയങ്കര ബ്രൗൺ ടു റെഡ് ആയിരിക്കും നെക്രോസിന് വരുന്നത്, ഡെത്ത് സംഭവിച്ചുകൊണ്ട് തന്നെ. റൈറ്റ് സൈഡിൽ കാണുന്നത് അയൺ ഡെഫിഷ്യൻസി ആണ്. നമ്മൾ പറഞ്ഞതാണ് യങ് ലീവ്സിലാണ് അയൺ ഡെഫിഷ്യൻസി വരുന്നത് അല്ലെ. ലെസ് മൊബൈൽ ആയിട്ടുള്ള മിനറലാണ്. അപ്പോ നല്ലോണം ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ലീഫിനായിരിക്കും ആ ഒരു ഇന്റർവീനൽ ക്ലോറോസിസ് കാണിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോക്കാം. നെക്സ്റ്റ്, റോൾ ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലെ. എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം അതിന്റെ എന്തായിരുന്നു, ഷോൺ, KP, MG ക്യാപ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. എസെൻഷ്യൽ ന്യൂട്രിയൻസിൽ ഫസ്റ്റ് മാക്രോ നമ്മൾ പറഞ്ഞത്, പിന്നെ മൈക്രോ എന്തൊക്കെയായിരുന്നു, നിക്കുമോ, മനസ്സിൽ, ഫെബ്രുവരി വരെ. അത് രണ്ടുമാണ് നമ്മൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ മെയിൻ ആയിട്ടുള്ളതിന്റെ രണ്ടിന്റെ മാക്രോന്റെ മൈക്രോന്റെ നമുക്ക് പഠിക്കാം. നൈട്രജൻ ആണ് ഫസ്റ്റ്, എസെൻഷ്യൽ പാർട്ട് ഓഫ് പ്രോട്ടീൻസ്. അതറിയാലോ, DNA അല്ലെ. എന്താണ് പ്രോട്ടീൻ അല്ലെങ്കിൽ നൈട്രജൻ, DNA പാർട്ട് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, മെയിൻ കോമ്പോസിഷൻ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ക്ലോറോഫിൽ. ഓക്കെ, ക്ലോറോഫിലിന്റെ ഇന്റഗ്രൽ പാർട്ട് എന്താണ്, നൈട്രജൻ ആണ്. മഗ്നീഷ്യം ആണ് മിഡിൽ എലമെന്റ്, പക്ഷെ നൈട്രജനും ക്ലോറോഫിൽ മോളിക്യൂളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് യെല്ലോയിങ് സംഭവിക്കുന്നത്. നൈട്രജൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് എന്താ യെല്ലോയിങ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളർ ആയിട്ടിരിക്കുന്ന ചെടികൾക്കൊക്കെ നമുക്ക് പറയാം നൈട്രജൻ ഒരു കുഴപ്പമില്ല, നല്ലപോലെ സപ്ലൈ ഉണ്ട്. ചെറുതായിട്ട് നമ്മൾ LCC ലീഫ് കളർ ചാർട്ട് വെച്ചിട്ട് നൈട്രജൻ ഒക്കെ അനലൈസ് ചെയ്യും. എങ്ങനെയാ, ആ ഒരു ഗ്രീൻ കളറിന്റെ ഒരു ചാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എത്രയാണ് എന്ന് വരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, വിഷ്വൽ അനാലിസിസ് വെച്ചിട്ട്. ഇപ്പൊ നൈട്രജൻ അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഫ്രൂട്ട് റൈപ്പനിങ്ങിന്റെ ഒരു ഡിലേ വരുന്നുണ്ട് ഈ നൈട്രജൻ ഡെഫിഷ്യൻസി കാണുന്നതിന്. ഫ്രൂട്ട് റൈപ്പനിങ് എന്താ, പഴുക്കാനൊക്കെ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ V ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോറോസിസ്, ഈ ഓൾഡർ ആയിട്ടുള്ള ലീവ്സിൽ എന്താ V ഷേപ്പിൽ, ആ മാർജിനിൽ V ഷേപ്പിലായിരിക്കും എന്ത് വരുന്നത്, ക്ലോറോസ് വരുന്നത്. ടിപ്പ് പോർഷൻ നമ്മൾ പറഞ്ഞല്ലോ, ലീഫ് ടിപ്പ് എവിടാന്നറിയാലോ, അവിടുന്ന് V ഷേപ്പിലായിരിക്കും വരിക. അപ്പം ഡിസീസസ്, ഡെഫിഷ്യൻസി ഡിസീസസ് വരുന്നത് ബട്ടണിങ് ഇൻ കോളിഫ്ലവർ ആൻഡ് സ്റ്റാർവേഷൻ ഡിസീസ്. സ്റ്റാർവേഷൻ ഡിസീസ് ജനറൽ ആയിട്ട് എല്ലാ ക്രോപ്സിലും സ്റ്റാർവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഡെഫിഷ്യൻസി ആണെന്ന് പറയാം. കോളിഫ്ലവറിലെ ബട്ടണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോളിഫ്ലവറിൽ ധാരാളം ഡിസീസ് ഉണ്ട്, അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയി പോകരുത്. ബട്ടണിങ് എന്ന് പറയുന്നത് എന്താണ്, നൈട്രജൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. ബട്ടണിങ് എന്ന് പറഞ്ഞാൽ ചെറിയ 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 കേട് പോലെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ, ബ്രൗണിങ് ബോറോൺ ആണ്, അത് നിങ്ങൾ നോക്കണ്ട. ബ്രൗണിങ് ബോറോൺ ആണ്, ബട്ടണിങ് ആണ് നൈട്രജൻ. ചെറിയ ചെറിയ കേട് പോലെ ഇങ്ങനെ ആ കോളിഫ്ലവറിൽ ഇങ്ങനെ വിട്ട് 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 കേട് പോലെ നിൽക്കുന്നത് നൈട്രജൻ ഡെഫിഷ്യൻസി ആണ്. ബട്ടൺ പോലെ ഇരിക്കും, അതിനാണ് ബട്ടണിങ് ഓഫ് കോളിഫ്ലവർ. ഓക്കെ, കോസ്ഡ് ഡ്യൂ ടു നൈട്രജൻ. നെക്സ്റ്റ് ഫോസ്ഫറസ് ആണ്. ഓക്കെ, ഫോസ്ഫറസിന്റെ എന്തായിരുന്നു, പപ്പ. ഓക്കെ, അപ്പറ്റേറ്റ്. ഫോസ്ഫറസ് അപ്പറ്റേറ്റ് ആണ് മേജർ സോഴ്സ്. അപ്പം അത് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ ഫോർമേഷന്, അതുപോലെ തന്നെ ഏർലി ആയിട്ട് മെച്ചുർ ആവുന്നതും റീപ്രൊഡക്റ്റീവ് പാർട്സിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ ഫോസ്ഫറസിനെ ആശ്രയിച്ചിട്ടിരിക്കും. അതിനൊക്കെ റോൾ ഉണ്ട്. അതുപോലെ തന്നെ ATPയുടെ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് എന്താണ്, ഫോസ്ഫറസ് ആണ്. ഓക്കെ, അഡിനിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നല്ലേ പറയുന്നത്. ഫോസ്ഫറസ് ഇല്ലാതെ ATP ഫോർമേഷൻ നടക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എനർജി റിലീസ് അതൊക്കെ തടസ്സപ്പെടും ഫോസ്ഫറസ് ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്. പിന്നെ വരുന്ന റോള് സെൽ ഡിവിഷൻ, റൂട്ട് ഡെവലപ്മെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റൂട്ട് ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, റൈസോബി അതുപോലെ തന്നെ റൂട്ട് നോഡ്യൂൾസിന്റെ ഒക്കെ കേസിൽ പറയുന്നുണ്ട് ഫോസ്ഫറസ് ഈസ് ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ റൂട്ട് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റൻസ്, ഇതൊക്കെ ഫോസ്ഫറസിന്റെ റോളാണ്. പിന്നെ ATP ഫോം ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിനെ അറിയപ്പെടുന്നത് കീ ഓഫ് ലൈഫ് എന്നാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിഷ്യൻസി കാണിക്കുന്നത് ആദ്യം ഈ പഴയ ലീവ്സിലൊക്കെ ഒരു ബ്രൗൺസിങ് മെറ്റാലിക് പോലെ വന്നിട്ട് പിന്നെന്താണ് ഒരു റെഡ് പർപ്പിൾ കളറിലേക്ക് ഇത് മാറും. ആന്തോസയാനിൻ അക്യുമുലേഷൻ നടക്കാനൊരു കാരണം കൊണ്ടാണ് എന്ത് ഈ ഒരു റെഡ് പർപ്പിൾ കളർ വരുന്നത്. ഫോസ്ഫറസ് ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ആ ഒരു പ്ലാന്റ്സിൽ ആന്തോസയാനിൻ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് തന്നെ റെഡ് പർപ്പിൾ ഡിസ്കളറേഷൻ വരുന്നു. ഫസ്റ്റ് ഇനിഷ്യൽ സിംറ്റം എന്താണ്, ബ്രോൺസിങ് ആണ് ഓൾഡർ ലീവ്സിൽ. ഡിസീസ് സിക്കിൾ ലീഫ് ഡിസീസ് ആണ്, വലിയ ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് പൊട്ടാസ്യത്തിന്റെ മേജർ സോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൈക്ക ആൻഡ് ഫെൽസ്പാർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് ബയോടൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, അത് തന്നെയാണ്. ഓക്കെ, ആ K+ ആ ഒരു അയോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് എന്ത് സ്റ്റൊമാറ്റോ ഓപ്പണിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഗാഡ് സെൽസ് ഒക്കെ പഠിക്കുന്നില്ല നിങ്ങൾ സ്റ്റൊമാറ്റോയില്. അപ്പൊ ആ ഗാഡ് സെൽസിൽ ഈ പൊട്ടാസ്യം അയണിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വെച്ചിട്ടാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നടക്കുന്നത്.
ഓക്കെ. പിന്നെ ടർഗർ പ്രഷർ ഇതുപോലെ തന്നെ അയോൺസിന്റെ ഗ്രേഡിയന്റ് വെച്ചിട്ട് തന്നെയാണ് ടർഗർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ അതർ നൈട്രജൻ മെറ്റാബോളിസം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഒക്കെ പൊട്ടാസ്യം എയ്ഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്? പൊട്ടാസ്യം ആണ്. ഇത് ക്രോപ്പിന്റെ ക്വാളിറ്റി, ഫ്രൂട്ട് ക്വാളിറ്റി, നമ്മൾ ഈ ഒരു ടൊമാറ്റോ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിനൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ കാണുമ്പോൾ നല്ല റെഡ് കളറിലുള്ള ടൊമാറ്റോ കാണുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് നമ്മൾ പറയും. അങ്ങനെ ക്വാളിറ്റി. അപ്പൊ ആ ക്വാളിറ്റി ഒക്കെ എന്താണ്? ഈ പൊട്ടാസ്യമാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് വരുന്നുണ്ട് പൊട്ടാസ്യത്തിൽ: ലക്ഷറി കൺസംഷൻ ആൻഡ് ഹിഡൻ ഹങ്കർ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ലക്ഷറി കൺസംഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് ഈ ഒരു K+ അബ്സോർബ് ചെയ്യും. ഓക്കെ, അബ്സോർബ് ചെയ്യും, പക്ഷെ പ്രത്യേകിച്ച് ഈൽഡ് ഒന്നും കൂടില്ല. ഓക്കെ, അതാണ് ലക്ഷറി കൺസംഷൻ. ധാരാളമായിട്ട് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷെ ഈൽഡിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണുന്നില്ല. നെക്സ്റ്റ് ഹിഡൻ ഹങ്കർ ആണ്. അത് ഇതുപോലെ തന്നെ ഡെഫിഷ്യൻസി സിംറ്റം ഒന്നും കാണിക്കില്ല, പക്ഷെ ഈൽഡ് ഭയങ്കരമായിട്ട് കുറയും. അതാണ് ഹിഡൻ ഹങ്കർ. ഇത് രണ്ടും പൊട്ടാസ്യത്തിന്റെ കേസിൽ വരുന്ന രണ്ട് ടേംസ് ആണ്, അല്ലെ കണ്ടീഷൻസ് ആണ്: ലക്ഷറി കൺസംഷൻ ആൻഡ് ഹിഡൻ ഹങ്കർ. ഓക്കെ. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് പൊട്ടാസ്യം പറയുന്ന സമയത്ത് ബേണിംഗ് ആൻഡ് സ്കോച്ചിങ് ഓഫ് മാർജിൻ. ഓക്കെ, മാർജിനിൽ വരുന്ന എന്ത് കാര്യമാണല്ലോ, അല്ലെങ്കിൽ ബേണിങ്, സ്കോർച്ചിങ്, ഡ്രൈയിങ്, ഇതൊക്കെ എന്താണ്? പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ലീഫിന്റെ ടിപ്പിൽ നെക്രോസിസ് സ്പോട്ട്, അതും പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, ഡിസീസ് റോസെറ്റ്, അതുപോലെ തന്നെ ഡൈബാക്ക്, ഇതൊക്കെ പൊട്ടാസ്യത്തിന് ഡെഫിഷ്യൻസി ആയിട്ട് വരാം. ഓക്കെ. പിന്നെ നമ്മുടെ ടൊമാറ്റോയിൽ എന്താ ബ്ലോച്ചി റൈപ്പനിങ് വരുന്നതിന്റെ കാരണം എന്താണ്? ഈ പൊട്ടാസ്യം ആണ്. നമ്മൾ ക്വാളിറ്റി എലമെന്റ് എന്ന് പഠിച്ചില്ലേ? അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഡിസീസും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടൊമാറ്റോയുടെ ബ്ലോച്ചി റൈപ്പനിങ്, ടൊമാറ്റോയുടെ ക്വാളിറ്റിയെ നശിപ്പിക്കുന്ന രണ്ട് ഡിസീസസ് ആണ്. കാണുമ്പോൾ കണ്ടോ ഒരു അഭംഗി പോലെ. അപ്പം ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ബ്ലോച്ചി റൈപ്പനിങ് ആണ്. ഓക്കെ, ബ്ലോച്ച് പോലെ, ഒരു യെല്ലോ ബ്ലോച്ച് പോലെ ഇങ്ങനെ കാണും ടൊമാറ്റോയിൽ. അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി കുറയ്ക്കുന്നു. ഓക്കെ, അതെന്താണ്? പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്ലോച്ചി റൈപ്പനിങ് ടൊമാറ്റോയിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഗോൾഡൻ ഫ്ലേക്ക് ഓഫ് ടൊമാറ്റോ. അത് പൊട്ടാസ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ആ ഒരു റേഷ്യോ ലോ ആവുന്ന സമയത്ത്, അതായത് പൊട്ടാസ്യത്തിന്റെ അളവ് കാൽഷ്യത്തിനെ അപേക്ഷിച്ച് ലോ ആ, K/CA അല്ലെ, ആ ഒരു റേഷ്യോ കുറയുന്ന സമയത്താണ് ഗോൾഡൻ ഫ്ലേക്ക് ഓഫ് ടൊമാറ്റോ വരുന്നത്. അപ്പൊ അത് പൊട്ടാസ്യം കാൽഷ്യം ഒരേപോലെ അതിന് റെസ്പോൺസിബിൾ ആണ്. കാൽഷ്യം കൂടാനും പാടില്ല, പൊട്ടാസ്യം കുറയാനും പാടില്ല. ആ ഒരു മെയിൻറ്റൈൻഡ് ലെവലിൽ അത് പോകണം, എന്നാലാണ് ആ ഒരു ഡിസീസിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഗോൾഡൻ ഫ്ലേക്ക് ആൻഡ് ബ്ലോച്ചി റൈപ്പനിങ്. നെക്സ്റ്റ് കാൽഷ്യം. ഓക്കെ, കാൽഷ്യം എന്തായിരുന്നു? സെക്കൻഡറി ന്യൂട്രിയൻസ് തന്നെയാണ് കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ എന്ന് പറയുന്നത്. അപ്പം കാൽഷ്യത്തിന്റെ മെയിൻ പറയുന്നത് സെൽ വാളിന്റെ മിഡിൽ ലാമെല്ല എന്ന് പറഞ്ഞിട്ട് ലെയർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ മിഡിൽ ലാമെല്ലയുടെ മേജർ കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കാൽഷ്യം പെക്ടേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാൽഷ്യത്തിന് ഡെഫിഷ്യൻസി സംഭവിക്കുമ്പം സ്വാഭാവികമായിട്ടും കാൽഷ്യം പെക്ടേറ്റ് ഫോം ചെയ്യത്തില്ല. അപ്പൊ എന്താണ്? സെൽ വാളിലെ മിഡിൽ ലാമെല്ലയും ഫോം ചെയ്യില്ല. അപ്പൊ എന്താ? ഫോർമേഷൻ ഓഫ് സെൽ വാൾ ഈസ് ഡിസ്റ്റർബ്ഡ് കാൽഷ്യത്തിന്റെ കേസിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഓഫ് മെറിസ്റ്റം. ഓക്കെ, ആക്റ്റീവ്ലി ഡിവൈഡ് ആവുന്ന സെൽസ് എവിടെയാണ്? മെരിസ്റ്റത്തിലാണ്. അപ്പൊ ഈ സെൽ വാൾ ഫോർമേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മെരിസ്റ്റം അല്ലെ ഗ്രോ ചെയ്യുന്ന, ആക്റ്റീവ്ലി ഗ്രോയിങ് ആവുന്ന ആ ഒരു സെൽസ് എന്ത് ചെയ്യില്ല? ഗ്രോ ചെയ്യില്ല. അപ്പൊ ഗ്രോത്ത് ഓഫ് മെരിസ്റ്റം അത് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് സെൽ വാൾ. ഈ ഒരു കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ് ആണ് അല്ലെ കാൽഷ്യം ആൻഡ് ബോറോൺ. അതുകൊണ്ട് തന്നെ ടെർമിനൽ ബഡ് ആയിരിക്കും ഇതിന്റെ ഡെഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ആ ഒരു സിംറ്റം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോസം ആൻഡ് റോട്ട് ഓഫ് ടൊമാറ്റോ. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്ലോസം ആൻഡ് റോട്ട് ഓഫ് ടൊമാറ്റോ കാൽഷ്യം ആണ്. നമ്മൾ പറഞ്ഞ ബ്ലോച്ചിങ് ഓഫ് ടൊമാറ്റോ ഒക്കെ എന്താണ്? പൊട്ടാസ്യം ആണ്. ഗോൾഡൻ ഫ്ലേക്ക് അത് രണ്ടും പൊട്ടാസ്യം ആണ്. ഇവിടെയാണ് ബ്ലോസം ആൻഡ് റോട്ട് ഓഫ് ടൊമാറ്റോ കാൽഷ്യം. ഓക്കെ, നെക്സ്റ്റ് ഈ കേളിംഗ് ഓഫ് ലീവ്സ്, ബനാനയുടെ കോക്കനട്ടിന്റെ ഒക്കെ ലീവ്സ് കേള് ചെയ്യുന്നതിന്റെ ഒക്കെ കാരണം ഈ കാൽഷ്യം ആണ്. ഓക്കെ, അതെ, കേളിംഗ് ഓഫ് ബനാന ലീവ്സ് നിങ്ങൾക്ക് കാണാവോ? അതെ, ഇങ്ങനെ കേൾ ചെയ്യും ലീവ്സ്. ഓക്കെ, ഇത് കാൽഷ്യം ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ പോപ്പിംഗ് ഓഫ് ഗ്രൗണ്ട് അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഗ്രൗണ്ട്നട്ടിന്റെ ഷെല്ല് പൊട്ടുന്നതിനാണ്, നേരത്തെ തന്നെ അത് പൊട്ടി ഇങ്ങനെ ഇരിക്കും, അത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണ്. പിന്നെ അതുപോലെ തന്നെ ബിറ്റർ പിറ്റ് ഓഫ് ആപ്പിൾ, ഇതും കാൽഷ്യം ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ വരുന്നത് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. മഗ്നീഷ്യം നിങ്ങൾക്ക് അറിയാം, ക്ലോറോഫില്ലിന്റെ എന്താണ്? മിഡിൽ എലമെന്റ് ആണ് അല്ലെ മഗ്നീഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
കാർബോഹൈഡ്രേറ്റിന്റെ ഓക്സിഡേഷൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം. ഓക്കെ, ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് മോട്ടിലിംഗ് ഓഫ് ലീവ്സ്, ക്ലോറോസിസ്, ഓക്കെ, അതൊക്കെയാണ് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുന്നത്. നമ്മൾ ഇന്റർവീനൽ ക്ലോറോസിസ് ഇൻ ഓൾഡർ ലീവ്സ് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അത് തന്നെയാണ് മഗ്നീഷ്യത്തിന്. പിന്നെ കപ്പിംഗ് ഓഫ് ലീവ്സ്, അപ്വേർഡ് മുകളിലോട്ട് കപ്പ് ചെയ്യുക, അതൊക്കെ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണ്. ഡിസീസ് ടൊബാക്കോ നമുക്കറിയാം, കാസർഗോഡ് ഭാഗത്തോട്ടൊക്കെ ധാരാളം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പ് അല്ലെ ടൊബാക്കോയുടെ സാൻഡ് ഡ്രൗൺ ഡിസീസ് എന്ന് പറയുന്നത് മഗ്നീഷ്യം കാരണമാണ് ഉണ്ടാവുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടില്ല, ഗ്രാസ് ടെറ്റനി എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്. അത് ശരിക്കും കാറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ കാറ്റിൽ വരുന്ന ഡിസീസ് വരാൻ കാര്യം ഈ മഗ്നീഷ്യം ലോ ആയിട്ടുള്ള ഫോഡർ ക്രോപ്സ് ഒക്കെ ഭക്ഷിക്കുന്ന എന്താണ് ആ ഒരു കാറ്റിൽസിന് എന്ത് വരും, ഗ്രാസ് ടെറ്റനി എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ അത് മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഫോഡറിൽ വരുന്നത് കൊണ്ട് അത് ഭക്ഷിക്കുന്ന കാറ്റിൽസിന് വരുന്നതാണ് ഗ്രാസ് ടെറ്റനി. അപ്പം അതുകൊണ്ട് നോട്ട് ചെയ്യാം. സോറി, ഞാൻ ഇവിടെ മാറിയാണോ കൊടുത്തേക്ക, സൾഫറിലാണ് ഞാൻ ഗ്രാസ് ടെറ്റനി, അത് തെറ്റാട്ടോ, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. മഗ്നീഷ്യത്തിലാണ് ഗ്രാസ് ടെറ്റനി ഇൻ കാറ്റിൽ കേട്ടോ, അത് അങ്ങോട്ട് മാറിപ്പോയതാണ്. ഇപ്പൊ സൾഫർ ആണ് നെക്സ്റ്റ് വരുന്നത്. സൾഫറിൽ മെയിൻ ആയിട്ട് പറയുന്നത് മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് അമിനോ ആസിഡ്സ് സിസ്റ്റീൻ, മെത്തിയോനൈൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റീന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് എന്താണ്, മെത്തിയോനിന്റെ എന്താണ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സൾഫർ ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് അമിനോ ആസിഡ്സ്, അതാണ് മെയിൻ ആയിട്ടുള്ള സൾഫറിന്റെ ഫംഗ്ഷൻ. പിന്നെ എസ് ഓക്സിഡൈസിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് തയോബാസിലസ്, അതും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സൾഫർ ഓക്സിഡൈസിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, സൾഫറിന്റെ കണ്ടന്റ് വെച്ചിട്ട് നമ്മുടെ പൾസിന്റെ ഓയിൽ സീഡിന്റെ ഒക്കെ ഓയിൽ കണ്ടന്റ് ഡിക്രീസ് ആവും. ഓക്കെ, അപ്പം സൾഫർ ഡെഫിഷ്യന്റ് വരുന്ന സമയത്ത് എന്താണ്, ഓയിൽ കണ്ടന്റ് കുറയ്ക്കുക. അപ്പം ഓയിൽ സീഡ്സ് ആൻഡ് പൾസസ് നമുക്ക് അറിയാലോ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കേരളത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഓർത്ത് വെക്കുക. സൾഫർ ആണ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓയിൽ കണ്ടന്റ് ഇൻ ഓയിൽ സീഡ്സ് ആൻഡ് പൾസസ്. ഓക്കെ, ഡെഫിഷ്യൻസി എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഏകദേശം നൈട്രജന്റെ കൂട്ട് തന്നെയാണ് ഈ ഒരു ഡെഫിഷ്യൻസി നമുക്ക് സിംറ്റം ആയിട്ട് കാണാൻ പറ്റുക. ഓക്കെ, യങ് ലീവ്സിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നൈട്രജൻ ഡെഫിഷ്യൻസി പോലെ ഇരിക്കും, പക്ഷെ എന്താണ്, യങ് ലീവ്സിലായിരിക്കും വരിക. ഓക്കെ, സ്പോട്സ് ഒന്നും കാണത്തില്ല. ഓക്കെ, നൈട്രജൻ പോലെ തന്നെ ഇതിന് എന്താ, സ്പോട്സ് ഒന്നും കാണത്തില്ല. ഡിസീസ് ടി യെല്ലോ ഡിസീസ്, അതാണ് ടി യെല്ലോ ഡിസീസ് മാത്രമാണ് ഇതിന്. ഗ്രാസ് ടെറ്റനി ഇതല്ല കേട്ടോ, ഇതല്ല, മഗ്നീഷ്യം ആണ്. നെക്സ്റ്റ് H2S എക്സസ് ആയിട്ടുള്ള ടോക്സിസിറ്റി കൊണ്ടുവരുന്ന റൈസിലെ ഒരു ഡിസീസ് ആണ് അക്കിയോച്ചി ഡിസീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് എന്താണ്, ഹൈഡ്രജൻ സൾഫൈഡ്, അത് സൾഫർ അല്ലെ, H2S. അപ്പം അക്കിയോച്ചി ഡിസീസ് എന്താണ്, ടോക്സിസിറ്റി, എക്സസ് ഹൈഡ്രജൻ സൾഫൈഡ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് അക്കിയോച്ചി ഡിസീസ് ഇൻ റൈസ്. ഓക്കെ, നെക്സ്റ്റ് അയൺ. അയണിന്റെ അത് റോള് വലിയ ഇമ്പോർട്ടന്റ് അല്ല, കാറ്റലിസ്റ്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ, കാറ്റലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ O2 ക്യാരിയർ ആണ്. ലെഗ് ഹീമോഗ്ലോബിന്റെ ഒക്കെ കണ്ടന്റ് ആണ് അല്ലെ. ഹീമോഗ്ലോബിനിൽ നമുക്കറിയാൻ എന്തുണ്ട്, അയൺ ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക, എളുപ്പമല്ലോ, ലെഗ് ഹീമോഗ്ലോബിനിൽ അയൺ ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് പഠിക്കുക. പിന്നെ ഇന്റർവീനൽ ക്ലോറോസിന്റെ യങ് ലീവ്സ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ ആ പിക്ചർ കണ്ടില്ലേ, യങ് ലീവ്സിൽ വരുന്നത്. നെക്സ്റ്റ് ബോറോൺ എന്താണ്, സെക്കൻഡ് ഇമ്മൊബൈൽ എലമെന്റ് ആണ്. കാൽഷ്യം കഴിഞ്ഞിട്ട് ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ് ആണ് ബോറോൺ. അപ്പം അതിന് ഒരു വിശേഷണം കൂടി ഉണ്ട്, ഒൺലി നോൺ മെറ്റൽ എമംഗ് മൈക്രോ ന്യൂട്രിയൻസിനെ നമ്മൾ ബാക്കി പഠിക്കുന്നതൊക്കെ തന്നെ എന്താണ്, മെറ്റൽസ് ആണ്. ബോറോൺ മാത്രമാണ് നോൺ മെറ്റൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. അപ്പം ബോറോണിന്റെ മെയിൻ ഫംഗ്ഷൻ പോളൻ ജെർമിനേഷനെ എയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്പോർട്ട് വഴി മെംബ്രെയിനെയൊക്കെ പെർമിയബിൾ ആക്കിക്കൊണ്ട് പോളൻ ജെർമിനേഷന്റെ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സ്റ്റിഗ്മേന്ന് ആ ഒരു മെംബ്രെയിൻ പെർമിയബിൾ ആവണം. അപ്പൊ അതൊക്കെ എയ്ഡ് ചെയ്യുന്നത് ബോറോൺ ആണ്. ഓക്കെ, ബോറോൺ ആണ്. അതും ഇമ്മൊബൈൽ ആയതുകൊണ്ട് തന്നെ ടെർമിനൽ ബഡിലായിരിക്കും എന്ത് വരിക, ഡെഫിഷ്യൻസി വരിക. ഓക്കെ, അപ്പം കോളിഫ്ലവറിലെ ഒരു ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ് അതിന്റെ കാരണം ബോറോണിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പം ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് കോളിഫ്ലവറിൽ ഏതാണ്, ബ്രൗണിങ്. നമ്മൾ പഠിച്ചു, ആ ബട്ടണിങ് നൈട്രജൻ കാണിച്ചപ്പോൾ സൈഡിൽ കണ്ടില്ലായിരുന്നു ബ്രൗണിങ്, അത് ബോറോൺ കാരണമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹോളോ സ്റ്റെം കോളിഫ്ലവറിൽ ഈ ഒരു ബോറോൺ കാരണം ഉണ്ടാകുന്നു. പിന്നെ ഇത് ബോറോണിന്റെ ഫുൾ ഡിസീസ് നിങ്ങൾ അതേപോലെ പഠിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഹെൻ ആൻഡ് ചിക്കൻ ഡിസീസ് ഓഫ് ഗ്രേപ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് ബോറോൺ കാരണമാണ് ഉണ്ടാകുന്നത്. ഹാർട്ട് റോട്ട് ഓഫ് ഷുഗർ ബീറ്റ്, ഫ്രൂട്ട് ക്രാക്കിംഗ് ഓഫ് ടൊമാറ്റോ ആൻഡ്
പോംഗ്രാനൈറ്റ്, ടൊമാറ്റോ നോക്കുക, ഫ്രൂട്ട് ക്രാക്കിംഗ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? ബ്ലോസം എൻറൂട്ട് പഠിച്ചു, കാൽഷ്യം. പിന്നെ ബ്ലോച്ചി റൈപ്പനിങ് പഠിച്ചു, പൊട്ടാസ്യം. നെക്സ്റ്റ് ഫ്രൂട്ട് ക്രാക്കിംഗ് ഉണ്ടാവുന്നത് ബോറോൺ കാരണമാണ്. അപ്പൊ ടൊമാറ്റോയുടെ ആ ഒരു 4 ഡിസീസ് അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടോപ്പ് സിക്നസ് ഓഫ് ടൊബാക്കോ. ഓക്കെ, അത് നോക്കുക. പിന്നെ ആപ്പിള്, സിട്രസിന്റെ നോക്കുക, ഹാർഡ് ഫ്രൂട്ട്. ഓക്കെ, ഈ ഇങ്ങനെ വരുന്നത് എന്താണ്? ഈ ഫ്രൂട്ട് ക്രാക്കിങ്, ഹാർഡ് ഫ്രൂട്ട് അങ്ങനെയൊക്കെ വരുന്നത് മിക്കവാറും ഈ ബോറോൺ തന്നെ ആയിരിക്കും. പിന്നെ പോളൻ ജെർമിനേഷൻ എയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് സ്റ്റെറലി വീറ്റിന്റെ അത് ബോറോൺ കാരണമാണ്. പിന്നെ കോക്കനട്ടിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ടൺ ഷെഡിങ്ങും വരുന്നുണ്ട്. നെക്സ്റ്റ് ഫെയിലിയർ ഇൻ സ്പ്ലിറ്റിംഗ് ഓഫ് കോക്കനട്ട് ലീവ്സ്. ഇത് രണ്ടും എന്താണ്? ബോറോൺ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. ഓക്കെ, പിന്നെ റാഡിഷിന്റെ ബ്രൗൺ ഹേർട്ട്, അക്കാഷ്യൻ, ഇതൊക്കെ ബോറോൺ ആണ്. പിന്നെ നെക്രോസിസ് ഓർ ബ്ലാക്ക് ടിപ്പ് ഓഫ് മാംഗോ, കോക്കനട്ട്, ടൊബാക്കോ, വെജിറ്റബിൾസ്, അതൊക്കെ അതിൽ എന്ത് വന്നാലും നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ബീറ്റ് ഒന്നും നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് സിങ്ക്. ഓക്കെ, സിങ്കില് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ബയോസിന്തസിസ് ഓഫ് ഇൻഡോൾ അസറ്റിക് ആസിഡ്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇൻഡോൾ അസറ്റിക് ആസിഡിന്റെ ആ ഒരു ഫോർമേഷന് എൻസൈം ആയിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നത് ഡെഫിഷ്യൻസി ഡിസീസ്, അത് നോക്കിയാൽ മതി. ഖൈറ ഡിസീസ് ഓഫ് റൈസ്. ഓക്കെ, റൈസിന്റെ നഴ്സറി ഫീൽഡ്സിലൊക്കെ ഭയങ്കരമായിട്ട് കാണുന്ന ഒരു ഇതാണ്. സിങ്ക് ഡെഫിഷ്യൻസി ഉള്ളിടത്ത് കാണുന്നതാണ് ഖൈറ ഡിസീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് ബഡ് ഓഫ് മെയ്സ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖൈറ ഡിസീസ് ഓഫ് റൈസ് ആൻഡ് വൈറ്റ് ബഡ് ഓഫ് മെയ്സ്, ഇത് രണ്ടും സിങ്ക് കാരണം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ലിറ്റിൽ ലീഫ് ഓഫ് കോട്ടൺ ആൻഡ് ആപ്പിൾ, ഇത് ചോദിക്കുന്നുണ്ട്. ഇത് ഫൈറ്റോപ്ലാസ്മൽ ഡിസീസിന് മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ലിറ്റിൽ ലീഫ് കയറി വരും. അതുകൊണ്ട് ഇതൊന്ന് നോക്കുക. ലിറ്റിൽ ലീഫ് ഓഫ് കോട്ടൺ ആൻഡ് ആപ്പിൾ എന്താണ്? സിങ്ക് ആണ്. അത് ഫൈറ്റോപ്ലാസ്മയോ തൈറോയിഡ് ഒന്നും അല്ല, പ്രയോൺസും ഒന്നും അല്ല. ലിറ്റിൽ ലീഫ് ഓഫ് കോട്ടൺ ആൻഡ് ആപ്പിൾ എന്താണ്? സിങ്ക് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്, സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മോട്ടിൽഡ് ലീഫ് ഓഫ് സിട്രസ്, റോസെറ്റ് ഫോർമേഷൻ, ഇതൊക്കെ സിങ്ക് ആണ്. ഖൈറ ഡിസീസ്, വൈറ്റ് ബഡ്, അതുപോലെ തന്നെ ലിറ്റിൽ ലീഫ് ഓഫ് കോട്ടൺ ആൻഡ് ആപ്പിൾ, ഇത് 3 ഓർത്ത് വെക്കുക. നെക്സ്റ്റ് മോളിബ്ഡിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും വിപ് ടെയിൽ ഓഫ് കോളിഫ്ലവർ. ഓക്കെ, അപ്പം മോളിബ്ഡനത്തിന്റെ ഫംഗ്ഷൻസ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ഒന്ന് ഓർത്ത് വെക്കുക, വിപ് ടെയിൽ ഓഫ് കോളിഫ്ലവർ. ഓക്കെ, വിപ് ടെയിൽ എന്ന് പറയുന്ന സമയത്ത് ഇതുപോലിരിക്കും ആ ഒരു കോളിഫ്ലവർ കണ്ട. ഓക്കെ, ഒരു വിപ് ടെയിൽ പോലെ ആ ഒരു ലീഫ് എന്താ ഒരു ടെയിൽ പോലെ അങ്ങ് മടങ്ങി, നല്ലോണം മടങ്ങി കഴിഞ്ഞാൽ ചുരുണ്ട് ഒരു ടെയിൽ പോലെ ആവും. അപ്പൊ അതുകൊണ്ടാണ് വിപ് ടെയിൽ ഓഫ് കോളിഫ്ലവർ എന്ന് പറയുന്നത്. ഇതെന്താണ്? മോളിബ്ഡിനം ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതാണ് മോളിബ്ഡിനത്തിന്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ റൈസോബിയത്തിന് എൻഫിക്സേഷന്റെ കേസിൽ വേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അതും മോളിബ്ഡിനമാണ്. ഓക്കെ, പിന്നെ ക്യാരറ്റിന്റെ ഒക്കെ സ്വീറ്റ്നെസ്സിനും ഈ ഒരു മോളിബ്ഡിനം എയ്ഡ് ചെയ്യുന്നുണ്ട്. അതും ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് കോപ്പർ സൈറ്റോക്രോമിന്റെ ഒക്കെ പാർട്ടാണെന്ന് അറിയാലോ. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കോപ്പർ സൈറ്റോക്രോമിന്റെ പാർട്ടാണ്. ഡിസീസ് പറയുന്ന സമയത്ത് വൈറ്റ് ടിപ്പ് ഡിസീസ്, പിന്നെ ഡൈബാക്ക്, അതുപോലെ തന്നെ ഗമ്മോസിസ്, സിട്രസിന്റെ ആണ് മെയിൻ ആയിട്ടും കോപ്പറിൽ വരുന്ന ഡിസീസസ്. ഓക്കെ, ഗമ്മോസിസ്, ഡൈബാക്ക്, സാന്തോമോനിയ ഡിസീസ്, അതൊക്കെ വൈറ്റ് ടിപ്പ്. നെക്സ്റ്റ് മാംഗനീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ക്ലോറോഫിലിന്റെ ഫോർമേഷന് വേണം. അതുപോലെ തന്നെ കോഫാക്ടർ ഓഫ് എൻസൈം. പിന്നെ ഡെഫിഷ്യൻസി ഡിസീസിൽ വരുന്ന സമയത്ത് പഹാള ബ്ലൈറ്റ് ഓഫ് ഷുഗർ കെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രേ സ്പെക്ക് ഓഫ് ഓട്സ്, അതും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പഹാള ബ്ലൈറ്റ് ഓഫ് ഷുഗർ കെയിൻ ആൻഡ് ഗ്രേ സ്പെക്ക് ഓഫ് ഓട്സ് ആൻഡ് ബാർലി, അപ്പൊ അത് രണ്ടും ഓർത്ത് വയ്ക്കുക. പിന്നെ ക്രിങ്കിൾഡ് ലീഫ് ഓഫ് കോട്ടൺ, അപ്പൊ ലിറ്റിൽ ലീഫ് ഓഫ് കോട്ടൺ അത് നമ്മൾ പഠിച്ചു, എന്തായിരുന്നു? സിങ്ക് ആയിരുന്നു അല്ലെ. മാംഗനീസ് ആണ് ക്രിങ്കിൾഡ് ലീഫ്, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. അത് ടോക്സിസിറ്റി, മാംഗനീസിന്റെ ടോക്സിസിറ്റി കാരണമാണ് ക്രിങ്കിൾഡ് ലീഫ് ഓഫ് കോട്ടൺ ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിക്കലാണ്. നിക്കല് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻസിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു മൈക്രോ ന്യൂട്രിയന്റ് ആണ്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ന്യൂട്രിയന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിക്കലാണ്. ഓക്കെ, 1987 ഈ ഒരു അഡീഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം യൂറിയസ് എൻസൈമിന്റെ ഒക്കെ ഒരു എന്താ കമ്പോണന്റ് ആണ് നിക്കല്. നെക്സ്റ്റ് ക്ലോറിൻ.
ക്ലോറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആനയോണിക് ഇതായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഫോമിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ബാലൻസ്, ഈ നമ്മൾ K+ പറയുന്നത് പോലെ തന്നെ എന്താണ് ടർഗർ പ്രഷർ, ഇലക്ട്രിക്കൽ ബാലൻസ് ഒക്കെ ക്ലോറിൻ എയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോറോസിസ് ഇൻ യങ്ങർ ലീവ്സ്, ഓക്കെ, അയണ്ട പോലെ തന്നെ നമ്മൾ ക്ലോറോസിസ് ഇൻ യങ്ങർ ലീവ്സ് ഒക്കെ ക്ലോറിന്റെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ഫോട്ടോസിന്തസിസും അതും ഒന്ന് നോട്ട് ചെയ്തോ. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ഫോട്ടോസിന്തസിസും ക്ലോറിൻ ആണ് എയ്ഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സം ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് എലമെന്റ്സിന്റെ കേസിൽ പറയുന്നതാണ്. സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ക്യാം പ്ലാന്റ്സ്, നമ്മൾ C4C3 ക്യാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്യാം പ്ലാന്റ്സിൽ ഏറ്റവും എന്താ ഫോട്ടോസിന്തസിസ് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ക്യാം പ്ലാന്റ്സ് അല്ലെ. അപ്പം ക്യാം പ്ലാന്റ്സിന്റെ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സോഡിയം ആണ്. ഓക്കെ, അതുപോലെ തന്നെ സോഡിയത്തിന്റെ തന്നെയാണ് ഡ്രോട്ട് ടോളറൻസ് ഇൻ ഷുഗർ ബീറ്റ്, അത് സോഡിയം ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഷുഗർ ബീറ്റ് അതിൽ ഡ്രോട്ട് ടോളറൻസ് കൊടുക്കുന്നത് ആരാണ്? സോഡിയം ആണ്. പിന്നെ നമ്മുടെ ക്രോപ്പ് റൈസ്, ഓക്കെ, റൈസ് അതുപോലെ തന്നെ മെയ്സ്, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സിലിക്കൺ ആണ്. ഓക്കെ, സിലിക്കൺ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ റൈസ് ആൻഡ് മെയ്സ്. നെക്സ്റ്റ് ഒരു സ്റ്റോറേജ് ഡെഫിഷ്യൻസി ആണ് ഓക്സിജന്റെ. അപ്പം വെന്റിലേഷൻ ഒക്കെ കുറച്ചിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിസീസ് ആണ് ബ്ലാക്ക് ഹേർട്ട് ഓഫ് പൊട്ടറ്റോ. ഓക്കെ, അപ്പം അത് ഓക്സിജന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതായത് ഈ പൊട്ടറ്റോയുടെ അകത്തൊക്കെ ബ്ലാക്ക് ടു ബ്രൗൺ കളർ പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. അപ്പം അത് ഓക്സിജൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ എലമെന്റ്സ് ഒന്നും അല്ല അതിന് കാരണം. അപ്പം അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബ്ലാക്ക് ഹേർട്ട് ഓഫ് പൊട്ടറ്റോ ഓക്സിജൻ ഡെഫിഷ്യൻസി കാരണമാണ്. ഓക്സിജൻ ഡെഫിഷ്യൻസി കാണിക്കാതെ പുവർ വെന്റിലേഷൻ എന്ന ഓപ്ഷന് കൊടുത്താൽ അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് മറ്റൊരു പോയിന്റ് ആണ് മോളിബ്ഡിനം. ഓക്കെ, മോളിബ്ഡിനം ആണ് ആൽക്കലൈൻ സോയിൽസിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് സാധാരണ ആൽക്കലൈൻ സോയിൽസിനൊന്നും അവൈലബിൾ ആയിട്ടുണ്ടാവത്തില്ല. പക്ഷെ മോളിബ്ഡിനം ആയിരിക്കും അതിന്നൊരു മാറി നിൽക്കുന്ന മോളിബ്ഡിനം ആയിരിക്കും ഒരു മൈക്രോന്യൂട്രിയന്റ് അവൈലബിൾ ഇൻ ആൽക്കലൈൻ സോയിൽസ്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഫോംസ്, ഏതൊക്കെ ഫോംസിലാണ് ഈ ഒരു അയൺസ് നമ്മുടെ കാറ്റയോൺസും ആനയോൺസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്? ഇതും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത്, ഇപ്പം ആനയോണിക് ഫോംസ് വരുന്നത് നമ്മൾ ക്ലോറിനൊക്കെ ആനയോൺ ആണെന്ന് പറഞ്ഞല്ലേ, ഏറ്റവും ലാസ്റ്റ് കാണുന്നുണ്ടോ ക്ലോറിൻ, അതൊക്കെ ആനയോൺ ആണ്. അതുപോലെ തന്നെ മോളിബ്ഡിനം, ക്ലോറിന്, ബോറോൺ, ഇത് മൂന്നും ആനയോണിക് ഫോമിൽ അബ്സോർബ് ചെയ്യുന്നതാണ്. അതായത് ഇതിന്റെ വാലൻസി അല്ലെങ്കിൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ പോസിറ്റീവ് എന്താണ്? പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇതൊക്കെ കാറ്റയോണിക് ഫോംസിൽ അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടും വരുന്നത് അയൺ, മാംഗനീസ്, ഇതൊക്കെ അയൺ പോസിറ്റീവ് ആണ്. ആനയോണിക്കിലും കാറ്റയോണിക്കിലും വരുന്നത് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ഉണ്ട്, അത് ആനയോണിക് ഫോമിലും കാറ്റയോണിക് ഫോമിലും ഒരേപോലെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ, അയണും മാംഗനീസും ഒക്കെ എന്താ കാറ്റയോൺസ് ആണ്. സിങ്ക്, കോപ്പർ, ഇതൊക്കെ കാറ്റയോണിക് ഫോമിലാണ്. ആനയോണിക് ഫോമിൽ വരുന്നതാണ് മോളിബ്ഡിനം, ബോറോൺ, ക്ലോറിൻ. രണ്ട് ഫോമിലും അബ്സോർബ് ചെയ്യുന്നത് നൈട്രജൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോംസ് പഠിച്ചു. ഇനി എങ്ങനെ ഈ ഒരു ന്യൂട്രിയൻസ് ആനയോൺസ് ആണെങ്കിലും കാറ്റയോൺസ് ആണെങ്കിലും എങ്ങനെ പ്ലാന്റ്സ് ഇതിനെ അപ്ടേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ വലിച്ചെടുക്കുന്നു അത് നമുക്ക് പഠിക്കാം. അപ്പം അതിന്റെ ന്യൂട്രിയന്റ് അപ്ടേക്ക് രണ്ട് മെക്കാനിസം വഴി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ്? ഫസ്റ്റ് സോയിലിൽ നിന്ന് റൂട്ടിലേക്ക് അത് വരുന്നുണ്ട് അല്ലെ. അപ്പം സോയിലിൽ നിന്ന് റൂട്ടിലേക്കും അബ്സോർബ് ചെയ്യണം. അതേപോലെ തന്നെ റൂട്ട് സർഫസിൽ നിന്ന് എന്ത് ചെയ്യണം? പ്ലാന്റ്സ് ആ സെല്ല് ഇൻസൈഡ് ദ സെല്ലിലേക്കും അബ്സോർബ് ചെയ്യണം. ഈ രണ്ട് പ്രോസസ്സ് നടക്കുമ്പോഴാണ് ഒരു ന്യൂട്രിയന്റ് അപ്ടേക്ക് നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പം അതിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? സോയിൽ സൊല്യൂഷനിലെ ഫാക്ടേഴ്സ് തന്നെയാണ് സോയിൽ എയർ, ഓർഗാനിക് മാറ്റർ, മൈക്രോബ്സ്, അതുപോലെ തന്നെ റെയിൻഫോള്, ഇവാപറേഷൻ, ഡ്രെയിനേജ്, അങ്ങനെയുള്ള സോയിലിലെ കാര്യങ്ങൾ. പിന്നെ സോളിഡ് ഫേസസ്, മിനറൽസ്, എക്സ്ചേഞ്ചബിൾ അയോൺസ്, സർഫസ് അഡ്സോർപ്ഷൻ, ഇതൊക്കെ സോയിൽ സൊല്യൂഷനിലെ പാർട്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്തിന്? ന്യൂട്രിയൻ അപ്ടേക്ക് ഇൻ പ്ലാന്റ്സിന്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടും 3 മെക്കാനിസം ആണ് ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിൽ നടക്കുന്നത്. ഓക്കെ, മാസ് ഫ്ലോ, ഡിഫ്യൂഷൻ ആൻഡ് റൂട്ട് ഇന്റർസെപ്ഷൻ. ഓക്കെ,
ഫസ്റ്റ് നമുക്ക് മാസ് ഫ്ലോ ആണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസും അധികം ശതമാനത്തിലും ഏറ്റവും കൂടുതൽ പോകുന്നത് മാസ് ഫ്ലോ വഴിയാണ്. ഡിഫ്യൂഷനും റൂട്ട് ഇന്റർസെപ്ഷനും കുറവാണ്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയിരിക്കത്തില്ല ഈ പിക്ചർ, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗേൻസ്റ്റ് ആയിട്ട് പോകുന്നതാണ്. മാസ് ഫ്ലോ എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ ഒരു ബൾക്ക് മൂവ്മെന്റ് ത്രൂ സൈലം ആൻഡ് ഫ്ലോയം, അതാണ് മാസ് ഫ്ലോ. ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഹെയർസ് വഴി അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. റൂട്ട് ഇന്റർസെപ്ഷനിൽ വരുന്ന സമയത്ത് ആ റൂട്ട് സർഫസും സോയിലുമായിട്ട് കോണ്ടാക്ട് വരുന്നു, അല്ലെ? ആ കോണ്ടാക്ട് വരുന്ന സമയത്ത് റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്യുന്നു ആ ഒരു സോയിൽ ന്യൂട്രിയൻസിനെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഫ്രൂട്ട്സിൽ നിന്നും സെല്ലിലേക്ക്, ആ ഒരു സെല്ലിലേക്ക് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. അപ്പം ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോണോകോട്സിന്റെ കേസിൽ, അപ്പം ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. മോണോകോട്സിന്റെ കേസിലായിരിക്കും റൂട്ട്സിന് ഏറ്റവും കൂടുതൽ മോണോവാലന്റ് കാറ്റേൺസിനെ ആയിരിക്കും മോണോകോട്സിന് ഏറ്റവും വേഗം റൂട്ട് ഇന്റർസെപ്ഷൻ വഴി വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മോണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാമല്ലോ, മോണോകോട്സിന്റെ കേസിൽ മോണോവാലന്റ് കാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ +1, ഇപ്പൊ K+, കാൽഷ്യം 2+ അല്ലേ, അത് ഡൈവാലന്റ് ആണ്. K+ എന്ന് പറയുമ്പോൾ മോണോവാലന്റ് ആണ്, കാരണം പ്ലസ് ആണ് അല്ലെ. അപ്പൊ മോണോവാലന്റ് കാറ്റയോൺസ് ആയിട്ടുള്ള K+ ഒക്കെ എന്താണ് ഏറ്റവും വേഗം അബ്സോർബ് ചെയ്യുന്നത് മോണോകോട്സ് ആയിരിക്കും. മോണോകോട്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റൈസ് അല്ലെ, ഗ്രാസ് ഒക്കെ എന്താണ് മോണോകോട്സ് ആണ്. കോക്കനട്ട് മോണോകോട്ട് ആണ്. ഡൈകോട്സ് എന്തൊക്കെയാണ്, കൗപ്പി അല്ലെ, പയറുവർഗ്ഗങ്ങൾ അതേപോലുള്ള. അപ്പൊ ഡൈകോട്സ് ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത് ഡൈവാലന്റ് കാറ്റയോൺസ് ആയിട്ടുള്ള Ca2+, കാൽഷ്യം, അതൊക്കെയാണ്. അപ്പൊ മോണോവാലന്റ് കാറ്റയോൺസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുക. ഡൈകോട്സ് ഡൈവാലന്റ് ആയിരിക്കും. അതാണ് റൂട്ട് ഇന്റർസെപ്ഷനിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പം റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സ് സെല്ല് വഴി ആ ഒരു ന്യൂട്രിയൻസിനെ പാസ് ഓൺ ചെയ്യുന്നു. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൂട്ട് ഇന്റർസെപ്ഷൻ, അതും നിങ്ങളുടെ സിലബസിൽ പറയുന്നതാണ്. ഓക്കെ, ഡ്രൈ സോയില്, കോമ്പാക്ഷൻ, സോയിലിന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടേഴ്സ് ആണ്. എയറേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും റൂട്ടിന് എന്തെങ്കിലും ഡിസീസോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ആ ഒരു അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, അത് തടസ്സം വരുത്തും. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നുണ്ട് റൂട്ട് ഇന്റർസെപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് മാസ് ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് ഒരു വാട്ടറിന്റെ ഫ്ലോ, വാട്ടർ ഹൈ ടു ലോ വാട്ടർ, ഹൈ വാട്ടർ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ ലോ വാട്ടറിലേക്ക് പോകുന്ന ഒരു മാസ് ആയിട്ടുള്ള ഒരു ഫ്ലോയിനെയാണ് എന്ത്, മാസ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടും വാട്ടർ ഫ്ലോയുടെ റേറ്റ്, അതുപോലെ തന്നെ ആവറേജ് ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ ഓഫ് സോയിൽ, ഇതൊക്കെ ആയിരിക്കും മാസ് ഫ്ലോയുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടും നൈട്രജന്, സൾഫർ, ബോറോൺ, ഇത് മൂന്നും ആയിരിക്കും മാസ് ഫ്ലോ വഴി എത്തുക. വളരെ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും മാസ് ഫ്ലോയിൽ ന്യൂട്രിയൻസ്, ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ എത്തുക. ഈ വാട്ടർ പോകുന്നത് കൊണ്ട് തന്നെ വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആയിരിക്കും ഏറ്റവും വേഗം എന്ത് ചെയ്യുക, മാസ് ഫ്ലോ വഴി പ്ലാന്റ്സിലേക്ക് എത്തുക. ഓക്കെ, ഇപ്പൊ നൈട്രജൻ, സൾഫർ ആൻഡ് ബോറോൺ ആർ ദ മെയിൻ ന്യൂട്രിയൻസ് ത്രൂ മാസ് ഫ്ലോ. ഓക്കെ, ഇപ്പൊ മാസ് ഫ്ലോയുടെ കാര്യം തന്നെയാണ്, ഫിഗർ ആണ്. ഓക്കെ, അപ്പം സോയിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു സോയിൽ സൊല്യൂഷനിൽ നിന്നും പ്ലാന്റ്സിലേക്ക് ന്യൂട്രിയൻസിനെ കൊടുക്കുന്നു. അപ്പൊ പ്ലാന്റ്സ് ഇത് അബ്സോർബ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, സൈലം വഴിയോ ഫ്ലോയം വഴിയോ ആയിരിക്കും. ഓക്കെ, അപ്പം സൈലം വഴി ആയിരിക്കും ഏറ്റവും കൂടുതൽ വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസും പോകുന്നത്. ഫ്ലോയം എന്താണ്, ഷുഗേഴ്സ്, പ്രോട്ടീൻസ്, ഓർഗാനിക് മോളിക്യൂൾസ്. ഫ്ലോയം വഴി നമ്മൾ വാട്ടർ പോകത്തില്ല, സൈലത്തിലൂടെ ആയിരിക്കും വാട്ടർ പോവുക. ഓക്കെ, അപ്പം മാസ് ഫ്ലോയിൽ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാസ് ഫ്ലോ, അതുപോലെ തന്നെ റൂട്ട് ഇന്റർസെപ്ഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സോയിൽ, ഡ്രൈ സോയില്, ടെമ്പറേച്ചർ, സൈസ് ഓഫ് റൂട്ട് സിസ്റ്റം. ഓക്കെ, റൂട്ട് സിസ്റ്റത്തിന്റെ സൈസ് പറയാൻ കാര്യം ഭയങ്കര ബൾക്കായിട്ടായിരിക്കുമല്ലോ ഈ ഒരു മാസ് ഫ്ലോയിൽ സംഭവിക്കുക. അപ്പം എത്രത്തോളം റൂട്ടിന്റെ ആ ഒരു സൈസ് കൂടുന്നോ അത്രയും വേഗത്തിൽ എന്താ ഈ ഒരു ബൾക്കായിട്ടുള്ള വാട്ടർ മൂവ്മെന്റ് നടക്കും. ഓക്കെ, അതുകൊണ്ട് സൈസ് ഓഫ് റൂട്ട് സിസ്റ്റം. ഓക്കെ, പിന്നെ റൂട്ട് ഡെൻസിറ്റി. നെക്സ്റ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് പ്ലാന്റ് ഫിസിയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ കാണും. നിങ്ങൾക്ക് അയോൺസിന്റെ മൂവ്മെന്റ് ആണ്. ഇവിടെ വാട്ടർ അല്ല, ഹയർ അയൺ കോൺസെൻട്രേഷനിൽ നിന്നും അയൺ എന്ന് പറയുമ്പോൾ എന്താണ്, അയൺ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അയൺസിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കുന്നിടത്തു നിന്നും ലോ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ
ഫിസിയോളജിയിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിവിടെ വലിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡിഫ്യൂഷനിൽ കൂടെ പോകുന്ന മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡിഫ്യൂഷന്റെ കേസിൽ പറയുന്നത് ഫിക്സ് ലോയിൽ പറയുന്നത് dC/dt ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു എ ഇൻറ്റു dC/dx. അപ്പം അവിടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ് പറയുന്നത്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, അതായത് അയൺസിന്റെ കോൺസെൻട്രേഷൻ സോയിലാണോ റൂട്ട്സിലാണോ കൂടുതൽ. അതുപോലെ തന്നെ എഫക്റ്റീവ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് DE ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ അയൺസ് ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഏരിയ വേണം ആ അയൺസിന് പോകാനായിട്ട്. ആ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്ത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, എത്രത്തോളം ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഇത്ര ടൈമിൽ. ഓക്കെ, യൂണിറ്റ് ടൈമിൽ എത്ര ഡിഫ്യൂഷൻ നടക്കുന്നു, അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ ദ അയൺസ് ഡിഫ്യൂസ്. അപ്പൊ അതിന് പറയുന്നതാണ് ഫിക്സ് ലോ. ഓക്കെ, അതും ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് മാസ് ഫ്ലോ വഴിയും റൂട്ട് ഇന്റർസെപ്ഷൻ വഴിയും ഡിഫ്യൂഷൻ വഴിയും എത്രത്തോളം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ നൈട്രജൻ നമ്മൾ പറഞ്ഞല്ലേ, നൈട്രജൻ ഏറ്റവും കൂടുതൽ പോകുന്നത് മാസ് ഫ്ലോ. അപ്പൊ 99% നൈട്രജൻ മാസ് ഫ്ലോ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് മാത്രം നിങ്ങൾ നോക്കുക. ഡിഫ്യൂഷനിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതൊക്കെയാണ്? ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഡിഫ്യൂഷൻ 94ഉം 78ഉം ഉണ്ട്. പിന്നെ മാസ് ഫ്ലോയിൽ തന്നെ കാൽഷ്യം, സൾഫർ 88 ആൻഡ് 94 പോകുന്നുണ്ട്. മഗ്നീഷ്യം 73. ഓക്കെ, അപ്പം ആ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഡിഫ്യൂഷനിൽ ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാസ് ഫ്ലോയില് നൈട്രജന്, കാൽഷ്യം, സൾഫർ, മഗ്നീഷ്യം. ഓക്കെ, അപ്പം അതാണ് ഓർത്തിരിക്കുക. അതാണ് പെർസെന്റേജ് ഓഫ് ന്യൂട്രിയൻ സപ്ലൈ ടു പ്ലാന്റ്സ് ഫ്രം സോയിൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ജനറൽ ആയിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ന്യൂട്രിയന്റ് അവൈലബിലിറ്റി. ഓക്കെ, ഇപ്പം ന്യൂട്രിയന്റ് സോയിലിൽ നിന്നുള്ള ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് അവൈലബിൾ ആവണമല്ലോ, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോയിൽ ടെക്സ്ചർ, സോയിൽ സ്ട്രക്ചർ, സോയിൽ റിയാക്ഷൻ, സോയിൽ ടെമ്പറേച്ചർ, മോയ്സ്ചർ സപ്ലൈ, കോമ്പോസിഷൻ ഓഫ് സോയിൽ എയർ, സോയിൽ അവൈലബിൾ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ ടോട്ടൽ ന്യൂട്രിയൻസ് കണ്ടന്റ്, മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് സോയിൽ ഓർഗാനിക് മാറ്റർ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, സോയിൽ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. ഓക്കെ, സാൻഡി സോയിലിൽ നമ്മൾ പറഞ്ഞു 85% സാൻഡ് ആയിരിക്കും, 15% ക്ലേ ആയിരിക്കും. അപ്പം സാൻഡി സോയിൽ ആണെങ്കിൽ അതെന്താ? സോയിൽ ടെക്സ്ചർ ആണെന്ന് പറയാം. ഓക്കെ, ക്ലേ സോയിലൊക്കെ എന്താണ്? അവിടെ കൂടുതലും ക്ലേ പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലെ, സൈസ് ഫൈൻ ടെക്സ്ചേർഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ലൈറ്റ് ടെക്സ്ചേർഡ് സോയിൽസിന് എന്തായിരിക്കും? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. ഫൈൻ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ക്ലേക്ക് എന്താ? ഹൈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിരിക്കും. ഇതൊക്കെ എന്താ? ആ ഒരു സോയിലിന്റെ ന്യൂട്രിയന്റ് അപ്ടേക്കിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ക്ലേ സോയിലിന് ലെസ് ലീച്ചിങ് ആയിരിക്കും. സാൻഡി സോയിലിങ്ങിന് പെട്ടെന്ന് എന്താ? സോയിൽസിന് പെട്ടെന്ന് ന്യൂട്രിയന്റ് ലീച്ചിങ് അല്ലെ ന്യൂട്രിയന്റ് നഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സാൻഡി സോയിൽസിലാണ്. ഓക്കെ, നെക്സ്റ്റ് സോയിൽ സ്ട്രക്ചർ വരുന്ന സമയത്ത് സോയിലിന്റെ അടുക്കി വെച്ചേക്കുന്ന ഒരു പാറ്റേൺ എന്താണ്? സോയിൽ സ്ട്രക്ചർ നമ്മൾ ഗ്രാനുലാർ, ക്രംബി, പ്രിസം ലൈക്ക് എന്നൊക്കെ പറയും സോയിൽ സ്ട്രക്ചേഴ്സ്. അതും എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയന്റ് അപ്ടേക്കിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പം സോയിൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അഡ്യൂക്കേറ്റ് സോയിൽ മോയ്സ്ചർ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, സോയിൽ മോയ്സ്ചർ, എയറേഷൻ, സോയിൽ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെസ്. ഓക്കെ, ഇതൊക്കെ സോയിൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ സോയിൽ സ്ട്രക്ചർ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയറേഷന്, ഒപ്റ്റിമം സോയിൽ ടെമ്പറേച്ചർ, ടില്ലേജ് എന്ന് പറയാൻ കാര്യം നമുക്കറിയാം, ഏറ്റവും നല്ല രീതിയിൽ പ്ലാന്റ്സ് വളരുന്നത് ഗ്രാനുലാർ സോയിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്രാനുലാർ ക്രംബി എന്ന് നമ്മൾ പറയും. ആ ഒരു സോയിൽ പാർട്ടിക്കിൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് നല്ലോണം ഗ്രോത്തും അതുപോലെ തന്നെ എയറേഷനും കൊടുക്കുന്നത്. അപ്പോൾ സോയിൽ സ്ട്രക്ചർ ഡിപ്പെൻഡ്സ് ഓൺ ടില്ലേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ടില്ലേജ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് അവിടെ വരുത്തുന്നത്. ഗുഡ് ടിൽട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെ. ഇൻകോർപ്പറേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇംപ്രൂവ്സ് സോയിൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ലൈമിങ്, റൂട്ട് പെനിട്രേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് സോയിൽ സ്ട്രക്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്.
നെക്സ്റ്റ് സോയിൽ കോമ്പോസിഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. മിനറൽ മാറ്ററും ഓർഗാനിക് മാറ്ററും കൂടെ ചേർന്നിട്ട് സോയിലിൽ എത്ര കോമ്പോസിഷൻ ആണുള്ളത്? മിനറലും ഓർഗാനിക്കും കൂടെ ചേർന്നിട്ട് 50 ആണ്. മിനറൽ 45 ആൻഡ് സോയിൽ മാറ്റർ ഓർഗാനിക് മാറ്റർ 5. വാട്ടറും എയറും വലിയ ഇമ്പോർട്ടന്റ് അല്ല, അത് 25 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. മിനറൽ പാർട്ടിക്കിൾസ് 45. ഓക്കെ, അപ്പം മിനറലും ഓർഗാനിക്കും കൂടെ ചേർന്ന് 50% ആണ് ഉള്ളത്. ആ 50%-ൽ 45 മിനറൽ പാർട്ടിക്കിൾസ് ആണ്, 5 ഓർഗാനിക് ആണ്. ആ ഓർഗാനിക്കിൽ തന്നെ ഓർഗാനിക്കിലെ 5%-ത്തിന്റെ 80% എന്താണ്? ഹ്യൂമസ് ആണ്. ബാക്കി 10 വെച്ചിട്ടാണ് റൂട്ട്സും ഓർഗാനിക്സും ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. മിനറൽ പാർട്ടിക്കിൾസ് 45 ആൻഡ് ഓർഗാനിക് മാറ്റർ 5 എന്ന്. നെക്സ്റ്റ് സോയിൽ റിയാക്ഷൻ. സോയിൽ നടക്കുന്ന വേരിയസ് റിയാക്ഷൻ വെച്ചിട്ടായിരിക്കും അതിന്റെ pH ഇരിക്കുന്നത് അല്ലെ. അപ്പം ഓർഗാനിക് ആസിഡ്സ് ആയിട്ടുള്ള കാർബോണിക് ആസിഡ്സ്, അതുപോലെ തന്നെ ഇനോർഗാനിക് ആസിഡ്സ് ആയിട്ടുള്ള സൾഫ്യൂറിക്, നൈട്രിക്, ഈ ആസിഡ്സ് ഒക്കെ ഓക്കെ, ഇതിന്റെ മൂവ്മെന്റ് റിയാക്ഷൻ അത് വെച്ചിട്ടാണ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ഡിസൊല്യൂഷൻ, അതേപോലെ തന്നെ ലീച്ചിങ്, ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ആശ്രയിച്ചിട്ടിരിക്കും pH ലെവൽ. ഓക്കെ, അപ്പം pH ലെവൽ അനുസരിച്ചിട്ട് ഓരോ ഓരോ ന്യൂട്രിയൻസിനും അവൈലബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, മോളിബ്ഡിനം നമ്മൾ പറഞ്ഞു, മോളിബ്ഡിനം മോർ അവൈലബിലിറ്റി ഓഫ് മോളിബ്ഡിനം ആൻഡ് ബോറോൺ അറ്റ് ഹൈ pH എന്ന് കണ്ടോ. അപ്പൊ മോളിബ്ഡിനം ഒക്കെ ആൽക്കലൈൻ ആയിട്ടുള്ള സോയിൽസിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏറ്റവും മോളിബ്ഡിനം പറയുന്നത്. ബോറോണും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ബോറോൺ ലെസ് ക്വാണ്ടിറ്റിയിലാണ്. നെക്സ്റ്റ് സോയിൽ ടെമ്പറേച്ചർ. സോയിൽ ടെമ്പറേച്ചർ സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ എല്ലാം ബാധിക്കുന്നുണ്ട്. വേരിയസ് റിയാക്ഷനെ എയ്ഡ് ചെയ്യുന്നതാണ് അല്ലെ സോയിൽ ടെമ്പറേച്ചർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? pH, EC, ഇതൊക്കെ സോയിൽ ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിരിക്കും. ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മൈക്രോബിയൽ ഗ്രോത്ത്, ഡീകമ്പോസിഷൻ, റൂട്ട് ഗ്രോത്ത്, ഇതൊക്കെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? സോയിൽ ടെമ്പറേച്ചർ ഒരു ഫാക്ടർ ആണ്. നെക്സ്റ്റ് സോയിൽ മോയിസ്ചർ. സോയിൽ മോയിസ്ചർ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു? ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, റൂട്ട് ഇന്റർസെപ്ഷൻ, സോയിൽ മോയിസ്ചർ, വേരിയസ് ഫിനോമിനൻ ഓഫ് സോയിൽ. ഓക്കെ, വെതറിങ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫീൽഡ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ലീച്ചിങ്, മൈക്രോബിയൽ കോമ്പോസിഷൻ, ഇതൊക്കെയാണ് സോയിൽ മോയിസ്ചർ വരുന്നത്. നെക്സ്റ്റ് സോയിൽ എയർ. സോയിൽ എയറിൽ അതിലും ഇതുപോലെ തന്നെ മൈക്രോബിയൽ ആക്ടിവിറ്റി, റൂട്ട് ഗ്രോത്ത്, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, പിന്നെ ഡീകമ്പോസിഷൻ ഓർ മിനറലൈസേഷൻ. മിനറലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താണ്? നമുക്ക് ഇമ്മൊബൈൽ ആയിട്ട് ആയിരിക്കുന്ന ന്യൂട്രിയൻസിനെ പ്ലാന്റ്സിന് അപ്ടേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മിനറൽസിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് മിനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ സോയിലിൽ എത്രത്തോളം എയർ കോമ്പോസിഷൻ ഉണ്ട് എന്നതനുസരിച്ചിരിക്കും. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് സോയിൽ എയർ. ഓക്കെ, ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഏറ്റവും ഹയസ്റ്റും ലോസും ഓർത്ത് വയ്ക്കുക. നൈട്രജൻ 70, സോയിൽ എയറും അറ്റ്മോസ്ഫിയറിക് എയറും, അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. സോയിലിൽ 0.3 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിൽ എത്രയാണ്? 0.03. അറ്റ്മോസ്ഫിയറിക് നമ്മൾ മെട്രോളജിയിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സോയിലിന്റെ ഒന്ന് ഓർത്ത് വയ്ക്കുക, 0.3 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുക. സോയിൽ എയർ ആണോ ചോദിച്ചിരിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് എയർ ആണോ? ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സോയിൽ എയറും അറ്റ്മോസ്ഫിയറിക് എയറും 0.3 ആൻഡ് 0.03 രണ്ടും മാറിപ്പോകരുത്. നെക്സ്റ്റ് മിനറലൈസേഷൻ, ഇമ്മൊബിലൈസേഷൻ, ഇതൊക്കെ എന്താണ്? ന്യൂട്രിയന്റ് അപ്ടേക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക്. നെക്സ്റ്റ് ടോട്ടൽ ന്യൂട്രിയന്റ് കണ്ടന്റ്. ടോട്ടൽ ന്യൂട്രിയൻസ് എത്രയാണ് കണ്ടന്റ് എന്നുള്ളത്. പിന്നെ ഓർഗാനിക് മാറ്റർ. ഓക്കെ, ഓർഗാനിക് മാറ്റർ അത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടുന്നു, മൈക്രോബിയൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ മിനറലൈസേഷൻ, ഇമ്മൊബിലൈസേഷൻ ഒക്കെ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വെറൈറ്റി സ്പീഷീസ് അതനുസരിച്ച് വലിയ ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഇറിഗേഷൻ, ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, ഇതൊക്കെ മൈനറായിട്ട് കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മാനേജ്മെന്റ്, ടില്ലേജ്, കോമ്പാക്ഷൻ, പ്രോബ്ലമാറ്റിക് സോയിൽസ്. നെക്സ്റ്റ് മെഷേഴ്സ് ടു ഓവർകം ഡെഫിഷ്യൻസീസ് ആൻഡ് ടോക്സിസിറ്റീസ്. നമുക്ക് ഈ ഡെഫിഷ്യൻസീസും ടോക്സിസിറ്റി എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. ഇപ്പം എന്തൊക്കെയാണ്? സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുക, ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം, സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഫെർട്ടിലൈസർ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഇറിഗേഷന്, ഓർഗാനിക് മാനുവർ ആപ്ലിക്കേഷൻ, മൈക്രോ ന്യൂട്രിയന്റ്,
അതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ഫോളിയാർ സ്പ്രേ വഴി അല്ലെങ്കിൽ സോയിൽ ആപ്ലിക്കേഷൻ വഴി. ഓക്കെ. അപ്പം സോയിൽ പ്ലാന്റ് ക്രിട്ടിക്കൽ ലിമിറ്റ്സ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് കറക്ഷൻ ആണ് ഈ പേജ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അയണിന്റെ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൽ ലെസ് ദാൻ 50 ആയാൽ ക്രിട്ടിക്കൽ ആണെന്നോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അയണിന്റെ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നമ്പരൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സോയിലിലും ന്യൂട്രിയന്റ് ക്രിട്ടിക്കൽ ലിമിറ്റും ഉണ്ട്, പ്ലാന്റിലും ഉണ്ട്. അപ്പൊ പ്ലാന്റ്സിലെ അയണ് മാംഗനീസ് സിങ്കും 20, അതും അങ്ങനെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ജനറൽ ആയിട്ട് അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ ഫെറസൾഫേറ്റ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം അതിന്റെ ഫോളിയാർ ഇത് ഒന്ന് പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. 0.5% ആയിരിക്കും നമ്മൾ ഫോളിയാർ സ്പ്രേയിൽ നമ്മൾ അയൺ മാംഗനീസ് സിങ്ക് 0.5 ആണ് കൊടുക്കുക. അപ്പൊ അതെല്ലാം സൾഫേറ്റ് ഫോമിലാണ് കൊടുക്കുന്നത്. മോളിബ്ഡിൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? Na2MO4. ഓക്കെ, സോഡിയം മോളിബ്ഡിനേറ്റ് ആയിട്ടാണ് മോളിബ്ഡിനം കൊടുക്കുക. ബോറോൺ കൊടുക്കുന്നത് ബൊറാക്സ് ആയിട്ടായിരിക്കും. ഓക്കെ, പറ്റുന്നതിന്റെ ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താ ക്രിട്ടിക്കൽ ലിമിറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, അതും എളുപ്പമാണ് പഠിക്കാൻ. എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള നമ്പേഴ്സ് ആണല്ലോ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials in PDF format. 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.